ഇത് വിശാലമായി നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഇനിയും വരാനിരിക്കുന്ന വചനങ്ങൾ വിശദീകരിക്കാൻ സമയ ചുരുക്കം അനുഭവപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് പറയുന്നില്ല. എൻ്റെ ഉമ്മമാരോട് വേണമെങ്കിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്ന CD അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ പ്രവർത്തകർ സ്ത്രീകളുടെ ഭാഗത്തേക്കും പുരുഷന്മാരുടെ ഭാഗത്തേക്കും ഒക്കെ കൊണ്ടുവരും. സൂറത്തുൽ ഹുജറാത്ത്, അതിൻ്റെ പുറമെ സൂറത്തുൽ വാഖിയയുടെ CD ഇവിടെ കുറേ സ്ഥലത്ത് അത് ഓടിയിട്ടുണ്ട് ആ CDകൾ എന്ന് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞു. അതിലുണ്ട് സ്വർഗത്തിലെ തരുണികൾ, ഇഹലോക തരുണികൾ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട 2 CDകൾ. അത് നിങ്ങൾ കാണണം. അങ്ങനെ ഞാൻ പറയാൻ കാരണം ഒരുപാട് വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ പറയാനൊരുങ്ങിയാൽ അത് ഒരു ദിവസം അത് പ്രസംഗിച്ചതാ. നമുക്കതല്ലല്ലോ, ഇനിയും ആ 8-10 വചനങ്ങൾ നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പം അത് വിശദീകരിക്കാനുള്ള സ്ഥിതിക്ക് കുറച്ചേ പറയാൻ കഴിയൂ. ഫീഹിന്ന ഖാസിറാത്തു ത്വർഫ്, അപ്പം നല്ല സുന്ദരികളായ പതിവൃദ്ധകളായ സഹോദരിമാർ, ഇതാണ് സ്വർഗത്തിലുള്ളത്. ഫീഹിന്ന ഖാസിറാത്തു ത്വർഫി ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഈ പറഞ്ഞത് സ്വർഗീയ ഹൂരികളെ കുറിച്ച്, സ്വർഗീയ തരുണികളെ കുറിച്ച് അല്ലാഹു പറയാൻ. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അവരെ മുമ്പ് ഒരു ഇൻസോ ഒരു ജിന്നോ അവരെ തൊട്ടിട്ടില്ല. മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ ജിന്നുവർഗത്തിൽപ്പെട്ട ഒരാളോ ആ പെണ്ണിനെ പ്രാപിച്ചിട്ടില്ല ലൈംഗികമായി എന്നല്ല, അവളുടെ ശരീരത്തിൽ തന്നെ തൊട്ടിട്ടില്ല. അത്രയും ശുദ്ധമായ ചാരിത്ര്യം പൂർണ്ണമായ പെണ്ണുങ്ങളാണ്. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ വിശദീകരണം പറയുന്നതിന്റെ മുമ്പ് ഒരു കാര്യവും കൂടെ ഉണർത്തട്ടെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലാഹു തആല ഈ സ്വർഗീയ വിവരണം നടത്തുമ്പോ ആ സ്വർഗ പരാമർശം നടത്തിയതിന്റെ ഓർഡറിന്റെ സൗന്ദര്യം ആദ്യം അല്ലാഹ് പറഞ്ഞത് എന്താ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹനെ ഭയപ്പെടുന്നവർക്ക് സ്വർഗമുണ്ട്. ജീവിക്കാൻ പോരാ, ഒന്നാമത്തെ ലക്ഷ്യം അതാ. തലചായ്ക്കാൻ ഒരിടം അതുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ, തലചായ്ക്കാൻ ഒരിടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താ? നല്ല അന്തസ്സുള്ള ഒരു വീട്, അന്തസ്സുള്ള ചുറ്റുപാട്, എന്നിട്ട് അതിങ്ങനെ ആസ്വദിക്കുക. എല്ലാ പഴവർഗ്ഗങ്ങളുള്ള തോട്ടങ്ങൾ ഇങ്ങനെ ഒലഞ്ഞു നിൽക്കുക, എന്നിട്ട് അതിൽ പോയിട്ട് അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് മനസ്സിനൊരു കുളിർമ ലഭിക്കുക. ഇതാണ് പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മാനസിക സായുജ്യം. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. അല്ലാതെ ആദ്യം തന്നെ ആണ്ട് പറിച്ചങ്ങോട്ട് തിന്നലല്ല. ആദ്യം അതൊക്കെ ഒന്ന് ആസ്വദിക്കും, എന്നിട്ട് അതിലൊന്ന് പറിച്ചിട്ട് തിന്നും. അങ്ങനെയല്ലേ സ്വഭാവം? അപ്പൊ എന്നതുപോലെ രണ്ടാമത് പിന്നെ ആസ്വാദനാണല്ലോ പറയുന്നത്. ദവാതാ അഫ്നാൻ, എല്ലാ തരത്തിലുള്ളതും ഉണ്ട് അവിടെ നിനക്ക് ആസ്വദിക്കാൻ. എല്ലാ തരത്തിലുള്ളതുമുണ്ട്. ഇനി നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടത് എന്താ? പുഴ ഒഴുകി പോകുന്നത് കണ്ടു നിൽക്കാൻ രസമാണ്, വെള്ളച്ചാട്ടം കണ്ടു നിൽക്കാൻ രസമാണ്. അതൊക്കെ ഉണ്ടോ? ഫീഹിമായിനാനി തജ്രിയാൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് മധ്യവർഗത്തിന് കിട്ടാൻ പോകുന്ന സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഉത്തമ വിഭാഗത്തിന് അല്ലാഹു കൊടുക്കുന്ന സ്വർഗമാണ്. ഇനി ഇത് കൂടാതെ വേറെയും സ്വർഗങ്ങളുണ്ട്. അത് മധ്യവിഭാഗത്തിനാണ് അല്ലാഹു പറയുന്നത്. കഷ്ടിച്ച് സ്വർഗത്തിൽ കടക്കുന്നവർ, ആ കൂട്ടത്തിലെങ്കിലും അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. അവിടെ അല്ലാഹു പറയുന്നത് വെള്ളച്ചാട്ടമുണ്ട്. നല്ലാഹതാൻ, കുത്തി ഒഴുകുന്ന 2 നദികൾ എന്ന് പറഞ്ഞെങ്കിൽ അത് ഒഴുകിപ്പോകുന്ന നദികളല്ല, മറിച്ച് വെള്ളം അതിശക്തമായി ചാടിക്കൊണ്ടിരിക്കുന്ന ആ അരുവികൾ വന്നിട്ട് വെള്ളച്ചാട്ടമായി കാണികൾക്കൊരു ഹരമായി നിൽക്കുകയാണ്. കണ്ടോ നിങ്ങൾ, വെള്ളച്ചാട്ടം കാണാൻ നമ്മൾ എത്ര സ്ഥലത്തേക്ക് അല്ലെ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകുകയാണ്. അല്ലാഹു പറയുന്നു ഐനാനി നല്ലാഹതാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന കുത്തിച്ചൊരിയുന്ന വെള്ളം സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച്. ഇതൊക്കെ സ്വർഗത്തിന്റെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യം അവനിങ്ങനെ കണ്ടാസ്വദിക്കും. പിന്നെ വേണ്ടത് തിന്നാൻ. കുറെയൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ കഴിയൂ, പിന്നെ കുറച്ച് തിന്നേണ്ടി വരും. ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ. അതേ പഴങ്ങൾ പറിച്ചു തിന്നോ, തീരാത്തത്ര പഴങ്ങളുണ്ട്. അങ്ങനെ അതൊക്കെ തിന്ന് അകത്ത് ചെല്ലുമ്പോ പിന്നെ വരുന്ന ആഗ്രഹമാണ് ഒരു വിരിപ്പ് കിട്ടിയാ കിടക്കായിരുന്നു. മുത്തഖീന അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ് വജനൽ ജന്നതൈനി ദാൻ. ഭക്ഷണം അകത്ത് ചെല്ലുമ്പോ കിടന്നാ കുഴപ്പമില്ല എന്ന് തോന്നുകയാണ്.
അങ്ങനെ നല്ല വിരിപ്പും ബെഡും ഭക്ഷണവും നല്ല സന്തോഷകരമായ ഒരവസ്ഥയിൽ ഈ വിരിപ്പിൽ എൻ്റെ കൂട്ടിനൊരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന മോഹം അവസാനമായി വരുന്നു. അപ്പൊ അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നു, ഈ വിരിപ്പിൽ കിടന്ന നിനക്ക് കൂട്ടിനാള് വേണോ? ഫീഹിന്ന ഖാസിറാത്തു ത്വർഫി ഫീഹിന്ന ഖാസിറാത്തു ത്വർഫി ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. മുമ്പാരും തൊട്ടതല്ല, പുതുമയോടെ നിനക്ക് തൊടാൻ പറ്റുന്ന ഫ്രഷ് ഹൂരിയെ നിന്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവന്ന് വെച്ച് തരും. അവള് നിന്നെ വഞ്ചിക്കുന്നവളല്ല, അവള് പൂർണ്ണമായി നിന്നെ സ്നേഹം തന്ന് വീർപ്പുമുട്ടിക്കുന്നവളാ. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അങ്ങനെ അങ്ങനെ നീണ്ടുപോവുകയാണ്. നോക്ക് നിങ്ങൾ ആ ഓർഡറിലൊക്കെ അള്ളാഹു ഇവിടൊക്കെ ഇതൊക്കെ വായിക്കുമ്പോഴാണ് ഇത് അള്ളാഹുവിന്റെ കലാമ് തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നത്. കാരണം ആ ഓർഡറിലൊന്നും ഒരു പിഴവ് പോലും എവിടെയും സംഭവിച്ചില്ല. എന്നിട്ട് ആ പെണ്ണുങ്ങളുടെ സൗന്ദര്യം പിന്നെയും വർണ്ണിക്കുന്നു. കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ. അവര് മുത്തുപോലെയും പവിഴം പോലെയുമുള്ള പെണ്ണുങ്ങളാണ്. കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ. പവിഴം പോലെ മുത്തുപോലെയുള്ള പെണ്ണുങ്ങളാണ്. മുത്തിന്റെ തിളക്കമാണ്, പവിഴത്തിന്റെ കളറാണ്, വെളുപ്പാണ്. അതെ, നല്ല ഭംഗിയുള്ള നല്ല കളറുള്ള പെണ്ണുങ്ങളാണ്. കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് പറഞ്ഞോ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നല്ലതിന്റെ പ്രതിഫലം നല്ലതല്ലാതെ എന്താ? കുറെ നിസ്കരിച്ചവരും നോമ്പ് നോറ്റവരും ഖുർആൻ ഓതിയവരും സ്വതക്ക ചെയ്തവരും അല്ലേ, അതിന് ഇതന്നല്ലേ കൊടുക്കേണ്ടത്? ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മക്ക് പ്രതിഫലം നന്മയല്ലാതെന്ത്? ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മക്ക് നന്മയല്ലാതെ പ്രതിഫലമുണ്ടോ? അള്ളാഹു ചോദിക്കായില്ല. അതുകൊണ്ടാ ഇത്രയും കൊടുത്തത്. ഇത് പറയുമ്പോൾ ഒരു ചെറിയ സംശയം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല റാഹത്താകും, ഇന്നത്തെ അവതരണത്തിനൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ സഹോദരിമാർക്ക് ഇവിടെ വലിയൊരു സംശയം ഉണ്ടാവും. ഇങ്ങനെ സ്വർഗീയ തരുണികളും സംഗതിയൊക്കെ ആകെ ജഗ പുകയാക്കുകയാണ് സ്വർഗം. പക്ഷെ ഞമ്മക്കാരാ അവിടെ ഉള്ളത് എന്ന് സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവില്ലേ? കാരണം ആണുങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് പോകുന്ന സ്വർഗീയ തരുണികൾക്ക്, ദുനിയാവിൽ നിന്ന് പോകുന്ന സ്വർഗീയ തരുണികളുണ്ട്, അതിന്റെ പുറമെ ഇതുണ്ടാകുമെന്ന് പറയുമ്പം നമ്മൾക്കാരാ ഉണ്ടാകുക? അതേക്കുറിച്ച് മഹാന്മാർ പറഞ്ഞത് ഉണ്ട് എന്നും ഇല്ല എന്നും വിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സ്വർഗീയ പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഉണ്ടാക്കിയേക്കാം. പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. ഖുർആൻ പറഞ്ഞതാണ് സ്വർഗം എന്ന് മനസ്സിലാക്കിയെങ്കിൽ അത് തെറ്റാണ്. മസലുൽ ജന്നത്തിൽ ലത്തി വഉദൽ മുത്തഖൂൻ. അല്ലാഹു പറഞ്ഞത് സ്വർഗത്തിന്റെ ചില മോഡലുകളാണ്. അപ്പൊ സൗന്ദര്യാസ്വാദനത്തിന്റെ വസ്തുക്കളാ പറയാ. പെണ്ണ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അല്ലാതെപ്പോ ആകെ ഖുർആനിൽ പറഞ്ഞത് ഇങ്ങോട്ട് എടുത്തു വെച്ച കുറച്ച് അരുവി, കുറച്ച് മരങ്ങള്, എലന്തമരം, ആപ്പിൾ മരം, റുമാം പഴം, അതുപോലെ തന്നെ ഈത്തപ്പഴം, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് സംഗതികൾ കഴിഞ്ഞോ സ്വർഗം? ഇതാണോ ഇപ്പൊ 99 അനുഗ്രഹങ്ങളുടെ കലവറ? അല്ല. അത് പറഞ്ഞാലും നമുക്ക് എഴുതിയാലും ചിന്തിച്ചാലും ഒന്നും തീരാത്തത്രയുണ്ട്. പക്ഷേ അള്ളാഹ് സൗന്ദര്യം വർണ്ണിക്കാൻ ചില മോഡലുകൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ആണുങ്ങളെ ഒരിക്കലും സൗന്ദര്യത്തിന്റെ പ്രതീകമായി കാണാറില്ല. അതുകൊണ്ടാണ് സഹോദരിമാരെ അത് പരാമർശിക്കാതെ പോയത്. അതുകൊണ്ട് അത് ഉണ്ടാകുമെന്നും ഇല്ല എന്നും നമുക്ക് തറപ്പിച്ചു പറയാൻ അതുകൊണ്ട് പറ്റില്ല. ഉണ്ടായേ അല്ലെങ്കിലോ സഹോദരിമാർ ഭയപ്പെടേണ്ടതില്ല. ഈ ദുനിയാവിൽ ജീവിച്ച ഭർത്താക്കന്മാരെ തന്നെ നാളെ പരലോകത്ത് ഭർത്താക്കന്മാരായി തിരിച്ചു കിട്ടും. അവിടെയും നിൽക്കുന്നില്ല. നിങ്ങൾക്കറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സ്വർഗീയ തരുണികളൊക്കെ ഉണ്ടെങ്കിലും ഇവരെക്കാളിലൊക്കെ നിങ്ങൾക്ക് സന്തോഷവും ആഗ്രഹവുമൊക്കെ നിങ്ങളുടെ ഈ ദുനിയാവിലെ സഹോദരിമാരെ തന്നെ തിരിച്ചു കിട്ടുന്നതാണ്. എത്രയോ സന്തോഷത്തോടെ റാഹത്തോടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വിഷയമാണത്. എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നു, എന്റെയും നിങ്ങളുടെയും ഭാര്യമാരുടെ കൂടെ തന്നെ നമുക്ക് നാളെ സ്വർഗവാസത്തിന് അവസരമൊരുങ്ങും. അതിനെന്ത് ചെയ്യണം?
ഭാര്യയും ഭർത്താവും നിസ്കരിക്കണം, ഭാര്യയും ഭർത്താവും നോമ്പ് നോൽക്കണം. അങ്ങനെയുള്ള സമൂഹത്തിനെ അങ്ങോട്ടെത്താൻ കഴിയൂ. അല്ലാത്തവർക്ക് ഒരിക്കലും അവിടെ അവസരങ്ങളില്ല. ഇവിടെ ഇങ്ങനെ ഭാര്യ നല്ല പെണ്ണാണ്, ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കില്ല. പക്ഷേ പുരുഷനുണ്ടോ ആ ബോധം? അയാള് നല്ലോണം അയാളുടെ തന്നിഷ്ടപ്രകാരം നീങ്ങുകയാണ്, എന്നാ രക്ഷപ്പെടൂല. ഒരിക്കലും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരും നന്നാവുക. സ്വർഗത്തിലും നിങ്ങൾക്ക് ഒരുമിക്കണമെങ്കിൽ. അപ്പൊ സാലിഹീങ്ങളാണോ ഭാര്യയും ഭർത്താവും നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഖുർആനോദി സദഖ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന പെണ്ണും ആണുമാണെങ്കിൽ അവർക്ക് നാളെ പരലോകത്ത് ഒന്നിക്കാൻ കഴിയും. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും. കാരണം ഞാൻ മുമ്പ് ഇതൊരിക്കൽ അവതരിപ്പിച്ചപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു ഉപ്പ പറഞ്ഞു, ഉസ്താദെ ഇന്നത്തെ ക്ലാസ്സാണ് എനിക്ക് ആകെ ടെൻഷൻ ഉണ്ടാക്കിയത് പറഞ്ഞു. അപ്പൊ എന്തേന്ന് വെച്ചു? ഒന്നുമല്ല, ഞാൻ വിചാരിച്ചു 10-40 കൊല്ലം ഈ പാത്തുമാൻ അവിടെ സഹിച്ചാൽ മതി, ഇഞ്ഞോള് സ്വർഗത്തുക്കും കൂടെ കുത്തിപ്പിടിച്ച് വരികയാണെങ്കിൽ എനിക്ക് വേണ്ട സാധ്യത. കണ്ടോ നിങ്ങള്? അതെന്താ കാരണം? പാത്തുമ്മക്കുട്ടിനെ കൊണ്ട് അത്രയും മടുത്തിട്ടാണ്, ആ പെണ്ണ് മടുപ്പിച്ചിട്ടാണ് അങ്ങനെ തോന്നുന്നത്. എന്നാൽ അങ്ങനെ ഇവിടെ 1 മീറ്റർ നീളമുള്ള നാക്കായിരുന്നു പാത്തുമ്മക്കുട്ടി താത്തക്കെങ്കിൽ അതാവൂല. ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല എന്തു പേരിലാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് അനിഷ്ടം കാണിക്കുന്നത്. സൗന്ദര്യത്തിന്റെ പേരിലാണോ? നാളെ നല്ല സുന്ദരമായ രൂപത്തിലാണ് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ. പുനരുത്ഥാന സമയത്ത് എല്ലാവരും അവനവന്റെ രൂപത്തിലാ. പക്ഷേ സ്വർഗത്തിലേക്കാണ് കടന്നു കഴിഞ്ഞാൽ വയസ്സും മാറി, അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ രൂപവും മാറി, ഒക്കെ മാറി. അവരായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സൗന്ദര്യമുള്ളവർ. അതല്ലേ നാളെ സ്വർഗത്തിലെ ഹൂരികളും ദുനിയാവിലെ പെണ്ണുങ്ങളും കൂടെ മത്സരിക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ രംഗം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആ പെണ്ണുങ്ങള് അതാ ദുനിയാവിലെ പെണ്ണുങ്ങളെ കാണുമ്പോ അവര് പറയുകയാണ്, നഹ്നുൻ നാഇമാതു ഫലാ നബ്അസ്, നഹ്നുൻ നാഇമാതു ഫലാ നബ്അസു. ഞങ്ങള് എപ്പോഴും സന്തോഷവതികളാണ്, ഞങ്ങളെ മുഖം വാടിപ്പോകുന്ന അവസ്ഥയില്ല, ഒരിക്കലും ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നഹ്നുൻ നാഇമാതു ഫലാ നബ്അസു, ഞങ്ങൾക്ക് ദുഃഖവും സങ്കടവും വരൂല, ഞങ്ങളെന്നും ഇതുപോലെ എപ്പോഴും ഫുൾ ഹാപ്പിയാണ് എന്ന് ഹൂറുലീങ്ങൾ ദുനിയാവിലെ പെണ്ണുങ്ങളോട് പറയാൻ. നഹ്നുർ റാളിയാതു ഫലാ നസ്ഖത്ത്, ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ ഭർത്താക്കന്മാരെ നല്ല ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ദുനിയാവിന്ന് കുറെ ചറപറ കഴിഞ്ഞു വരില്ലേ, ഞങ്ങളങ്ങനെ ചറപറയുണ്ടാക്കുന്നവരല്ല, ഇടയ്ക്കിടെ വഴക്കുണ്ടാക്കുന്നവരല്ല. നഹ്നുർ റാളിയാതു ഫലാ നസ്ഖത്ത്, ഞങ്ങൾക്ക് ദേഷ്യം എന്താണെന്നറിയൂല, സ്നേഹിക്കാൻ മാത്രമേ ഞങ്ങൾക്കറിയൂ. നഹ്നുൽ ഖാലിദാതു ഫലാ നബീദ്, ഞങ്ങളെന്നും ശാശ്വതമായി ജീവിക്കുന്നവരാണ്. ഫലാ നബീദു, ഞങ്ങൾക്ക് മരണമില്ല. നിങ്ങളൊരിക്കൽ മരിച്ചു വന്നോലല്ലേ, ഞങ്ങൾക്ക് മരണമില്ല. വീണ്ടും ഇതൊക്കെ പറഞ്ഞതിന്റെ ശേഷം ഹൂറുലിങ്ങൾ പറയാൻ, അതുകൊണ്ട് തൂബാ ലിമൻ കുന്നാലഹു വകാനലനാ, ഞങ്ങൾ ആർക്കു വേണ്ടി പടക്കപ്പെട്ടവരാണോ, ഞങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടവരാരാണോ അവർക്കാണ് സന്തോഷമായ സന്തോഷമൊക്കെ. ഞങ്ങളെ കിട്ടിയ ഭർത്താക്കന്മാര് വിജയിച്ചു, അവർക്കാണ് സന്തോഷം, അവർക്കാണ് ആനന്ദമായ ആനന്ദമൊക്കെ. ഇതങ്ങ് പറയുമ്പോഴേക്ക് ദുനിയാവിലെ പെണ്ണുങ്ങൾ വിടൂല. ദുനിയാവിലെ പെണ്ണുങ്ങൾ അവിടെ നല്ല സുമുഖികളായിരിക്കും, അതുപോലെ തന്നെ നല്ല സൽസ്വഭാവിനികളുമായിരിക്കും. അവരവിടെ വെച്ച് പറയാൻ, ശരി നിങ്ങൾക്ക് ആ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുത്തകയല്ല, ഞങ്ങൾക്കുമുണ്ട്. ഇനി ഞങ്ങൾക്ക് മരണമില്ല, ഇനി ഞങ്ങളെ മുഖത്തിന് വാട്ടമില്ല. ദുനിയാവിൻ തന്റെ മുഖം വാടിയതിന് എന്റെ ഭർത്താവിനോട് നീരസം പ്രകടിപ്പിച്ചെങ്കിൽ ഇനി എന്റെ മുഖം വാടുന്ന പ്രശ്നമില്ല. ദുനിയാവിൽ ഞാൻ എന്റെ ഭർത്താവിനെ വിഷമിപ്പിച്ചെങ്കിൽ ഇനി എന്റെ ഭർത്താവിനെ ഞാൻ എന്റെ നാക്കുകൊണ്ട് വിഷമിപ്പിക്കുകയില്ല. എന്നാൽ നിങ്ങളുടെയും ഒരുപടി മുമ്പിലാണ് ഞങ്ങളുള്ളത്. ഹൂറുലിങ്ങളോട് പറയാൻ, അതെന്തേ? നഹ്നുൽ മുസല്ലിയാത്ത്, ഞങ്ങൾ ദുനിയാവിന്ന് എത്രയാ അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചത്. വമാ സല്ലൈതുന്ന, ഒരു റകഅത്ത് പോലും നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. വനഹ്നു സായിമാത്ത്, ഞങ്ങൾ ദുനിയാവിൽ എത്രയാ നോമ്പനുഷ്ഠിച്ചത്. വമാ സുംതുന്ന, നിങ്ങൾ നോമ്പ് നോറ്റവരല്ലല്ലോ. ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വനഹ്നുൽ മുതസദ്ദിഖാത്ത്,
ഞങ്ങളാക്ക മഴിഞ്ഞ് സംഭാവനകൾ ചെയ്ത് സ്വതക്ക ചെയ്തില്ലേ? ഇന്നെൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് 313 രൂപ കൊണ്ടുവന്നവർ, കഴിയുന്നതൊക്കെ കൊണ്ടുവന്നവരുണ്ട്. ഇന്നലെ പറഞ്ഞതനുസരിച്ച് അതേ നാളെ നിങ്ങൾക്ക് സ്വർഗത്തിലെ ഹൂരികളോട് പറഞ്ഞു മത്സരിക്കാം. ഞങ്ങൾ സ്വതക്ക കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ 5 ചില്ലിക്കാശ് ഇന്നുവരെ സ്വതക്ക കൊടുത്ത പാരമ്പര്യമുണ്ടോ നിങ്ങൾക്ക്? വനഹ്നുൽ മുതസദ്ദിഖാതു വമാ തസദ്ദഖ്തുന്ന, നിങ്ങൾ ഒരിക്കലും സ്വതക്ക നൽകിയവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത് പറഞ്ഞിട്ട് ഹബീബ് പറഞ്ഞു, ഫഗലബ്നഹുന്ന വല്ലാഹി ഗലബ്നഹുന്ന, അല്ലാഹുവാണേ സത്യം, ഈ ദുനിയാവിലെ പെൺകൊടികള് അവിടെ സ്വർഗത്തിലെ തരുണികളെ തീർച്ചയായും അവരെ മലർത്തിയടിച്ചിട്ടുണ്ടാകും. ഇത് പറഞ്ഞ് അവർ ജയിച്ചിട്ടുണ്ടാകും അവരോട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണെ, അതിന് നന്നാവണട്ടോ. പെട്ടെന്ന് സാധ്യമല്ല, ക്ഷിപ്രസാധ്യമായ വിഷയമല്ല. എന്റെ സഹോദരിമാര് ചിന്തിച്ചോ, നല്ലോണം കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെയൊന്നും ഞെളിഞ്ഞ് പാട്ടുപാടാനും മത്സരിക്കാനും ഒന്നും നാളെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സഹോദരിമാരെ, നമ്മളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ ഉസ്താദുമാരെ, നേതാക്കന്മാരെ അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അപ്പോ നാളെ പരലോകത്ത് നടക്കാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ്. മോമിനീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക്, ഭക്തന്മാർക്ക് അല്ലാഹു നൽകാൻ പോകുന്ന സുഖസൗകര്യങ്ങളുടെ ചെറിയ ഒരു ചിത്രമാണ് അല്ലാഹു ഈ പറഞ്ഞത്. ഇതാർക്ക്? അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മഹാന്മാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഭക്തിയോടുകൂടെ ജീവിച്ച മഹാന്മാർക്ക് പറഞ്ഞതാണ്. അഥവാ മുഖറബീങ്ങൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ലിസ്റ്റ് സൂറത്തുൽ വാഖിയയിൽ അങ്ങനെ 3ആയി തരം തിരിച്ചിട്ടുണ്ട്. മുഖറബീങ്ങൾ, അസ്ഹാബുൽ യമീൻ, അസ്ഹാബു ഷിമാൽ. ഉത്തമ വിഭാഗം, മധ്യമ വിഭാഗം, അധമര്, ഹതഭാഗ്യര്. ഇങ്ങനെ 3 വിഭാഗമായിട്ട് അല്ലാഹു തആല തിരിച്ചിരിക്കുകയാണ്. അധമരെ കുറിച്ചാണ് ഹതഭാഗ്യർ എന്ന് പറഞ്ഞത്. ഭാഗ്യം കെട്ട ആളുകൾ, കഷ്ടിച്ച് രക്ഷപ്പെടുന്നവർ, നല്ല ഭക്തന്മാരായ അല്ലാഹുവിന്റെ സാമീപ്യം നേടിയ മുഖറബീങ്ങൾ. ഈ 3 വിഭാഗവുമുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ വിഭാഗത്തിന്റെ മുഖറബീങ്ങളുടെ പ്രതിഫലമാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ അതിന് കുറച്ചും കൂടെ പവർ ഉണ്ടാകും. ഇനി പറയുന്നതിന് അത്ര തന്നെ ഉണ്ടാകൂല. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ശേഷമുള്ളവർക്ക് മുമ്പ് പറഞ്ഞവരുടെ ഇത് കിട്ടൂലേ? കിട്ടും. മുമ്പ് പറഞ്ഞവർക്ക് ശേഷം പറഞ്ഞത് കിട്ടുവോ? കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. പക്ഷേ എന്തേ അള്ളാഹു അങ്ങനെ പറയാൻ കാരണം? അത് ഒന്ന് അള്ളാഹു തആല ഉത്തമ വിഭാഗത്തെ കുറിച്ചും ഒന്ന് സാധാരണ മധ്യമ വിഭാഗത്തെ കുറിച്ചും പറഞ്ഞപ്പോൾ ആ പരാമർശത്തിലും അള്ളാഹു ഒന്ന് കുറച്ചു എന്ന് മാത്രം. സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതൊരു മോഡൽ വിവരണം മാത്രമാണ് അള്ളാഹു നടത്തുന്നത്. ഇതല്ലാതെ ഒന്നും ഇല്ല എന്നാരും തെറ്റിദ്ധരിക്കരുത്. ഇനി പറയുന്നു, അമിൻ ദൂനിഹിമാ ജന്നതാൻ, ഈ 2 സ്വർഗം കൂടാതെ വേറെയും 2 സ്വർഗമുണ്ട്. അതാ പറഞ്ഞത്, വേറെയുണ്ട് സ്വർഗം. അതാർക്കാ? ഈ മധ്യമ വിഭാഗത്തിനാണ്. കഷ്ടിച്ച് സ്വർഗത്തിൽ പോകുന്നവർ എങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങ് സലാമത്തായതാണ്. അല്ലാഹുവേ, ആ കൂട്ടത്തിലെങ്കിലും സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തിത്തരണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തിത്തരണേ അല്ലാ. അപ്പോൾ അത് കഴിഞ്ഞതിന്റെ ശേഷം ഹൽ ജസാഉൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാനി വമിൻ ദൂനിഹിമാ ജന്നതാൻ, ഇതല്ലാതെ വേറെയുണ്ട് സ്വർഗം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദിബു ഫലകൽ ഹംദ് മുദ്ഹാമ്മതാൻ, കടും പച്ചയായി നിൽക്കുന്ന സ്വർഗം. മുദ്ഹാമ്മതാൻ, നിത്യഹരിതകമാണ്. ഒരിക്കലും വാടാത്ത ഉണങ്ങാത്ത വൃക്ഷങ്ങളും പൂന്തോപ്പുകളുമാണ്. മുദ്ഹാമ്മതാൻ, പച്ച തന്നെ കടുംപച്ചയായിട്ട് ഏകദേശം കറുപ്പിനോട് സാമ്യമുള്ള കടുംപച്ച, അതാണ് മുദ്ഹാമ്മതാൻ. നിത്യഹരിതകമുള്ള ആ തോട്ടങ്ങളാണ് അവിടെയുള്ളത്. മുദ്ഹാമ്മതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ. കണ്ടോ, മുത്തഖീങ്ങളുടെ മുഖറബീങ്ങളുടെ ഉന്നത വിഭാഗത്തിൻ്റെത് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നത് ദവാത്താഫിനാൻ എന്നാ. എല്ലാ വകുപ്പുള്ള. ഇവിടെ പറഞ്ഞതോ, ഇവിടെ പച്ചപ്പ്, പ്രകൃതി രമണീയമായ അന്തരീക്ഷം, അതാണ് മുദ്ഹാമ്മതാൻ. പച്ചപ്പ് കാണുന്നത് ഒരു ഹരമാണ്, പ്രകൃതി രമണീയത ആസ്വദിക്കുന്നത് ഒരു ഹരമാണ്.
മുദ്ഹാമ്മതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി നല്ലാഹതാൻ. അതെ, അതിൽ നിന്ന് വെള്ളച്ചാട്ടമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളുണ്ട്. നല്ലാഹതാനി, മുകളിൽ നിന്ന് താഴോട്ട് കുത്തിച്ചാടുന്ന നദികളുണ്ട്. വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതാണ് അല്ലാഹ് അസ്ഹാബുൽ യമീനെ കുറിച്ച് വാഖിയ സൂറത്തിൽ പറഞ്ഞപ്പം വമാഇം മസ്കൂബ്, കുത്തിച്ചൊരിക്കുന്ന വെള്ളത്തിന്റെ സൗന്ദര്യത്തിലുമാണ് അവരുള്ളത് എന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞതിന്റെ ശേഷം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി അള്ളാഹു പറയുന്നത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഫാകിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ. ആ സ്വർഗത്തിലുണ്ട് ഫാകിഹത്തുൻ, എല്ലാ തരത്തിലുള്ള പഴങ്ങളുമുണ്ട്, വനഖ്ലുൻ, ഈത്തപ്പഴവുമുണ്ട്, വറുമ്മാൻ, ഉറുമാമ്പഴവുമുണ്ട്. ഇവിടെ ഈത്തപ്പഴവും ഉറുമാമ്പഴവും ഇതാ ഞാൻ പറഞ്ഞത്. ഖുർആനിലാകെ അല്ലാഹ് പറഞ്ഞ 2 പഴയേ ഉള്ളൂ അല്ലേ? വേറൊരു പഴത്തിന്റെ പേര് നിങ്ങൾ കാണിച്ചുകൊണ്ട ഖുർആനിൽ ഇല്ല. നഖ്ലും റുമ്മാനും ഈ 2 പഴയ അള്ളാഹു സ്വർഗത്തിൽ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിൽ പറഞ്ഞ 2 പഴം, നഖ്ലും റുമാൻ. ഇതിൽ ഒതുങ്ങോ സ്വർഗം? അത് ശരി, കുറച്ച് ഈത്തപ്പഴം കുറച്ച് ഉറുമാമ്പഴം കഴിക്കാൻ ആ സ്വർഗത്തേക്ക് ഇത്ര കഷ്ടപ്പെട്ടു പോകുന്നത് അല്ല. അവിടെയാ നേരത്തെ പറഞ്ഞത് ജന്നത്താനി എന്ന ആശയം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. ഇമാം റാസി പറഞ്ഞു, നഖ്ലി എന്ന് പറയുന്നത് ചെറിയ പഴമാണ്, റുമ്മാൻ എന്ന് പറയുന്നത് വലിയ പഴമാണ്. അപ്പൊ ചെറുതും വലുതുമായ എല്ലാ തരത്തിലുള്ള പഴങ്ങളും ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ അല്ലാഹു തആല 2 ധ്രുവങ്ങൾ പറഞ്ഞിട്ട് അതിനിടയിലുള്ളതും കൂടെ ഉദ്ദേശിച്ചു. ഏതുപോലെ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ ഉള്ളതൊക്കെ ഉദ്ദേശിക്കും. മശ്രിഖും മഗ്രിബും എന്റേതാണെന്ന് പറഞ്ഞാൽ അതേ രൂപത്തിലുള്ള ശൈലി ഇത് ഖുർആൻ കുറെ സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വള്ളിമരങ്ങളും തടിമരങ്ങളും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വള്ളിയും തടിയും ഈ സൈസിലുള്ള വള്ളിമരങ്ങളും തടിമരങ്ങളുമായ എല്ലാം സ്വർഗത്തിലുണ്ട്. അപ്പൊ ചിലപ്പോൾ അതായിരിക്കും പറയാം. നഖ്ല് അയനാബ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, മുന്തിരി വള്ളിമരമാണ്, അതേസമയം നഖ്ല് എന്ന് പറഞ്ഞാൽ തടിമരമാണ്. അപ്പൊ അത്തരത്തിലുള്ളത് ഉണ്ടാകുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ചിലയിടത്ത് അത് പറയാൻ കാരണം. അപ്പൊ ഇത് ഒരു സാഹിത്യകാരന്റെ ഭാഷയാണ് എന്ന് ബഹുമാനപ്പെട്ട ഒരു സാഹിത്യകാരന്റെ ഭാഷയിലാണ് വിശുദ്ധ ഖുർആനിനെ വായിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതെല്ലായിടത്തും അങ്ങനെയല്ലേ? ഇപ്പോ ആനന്ദൊക്കെ വിശുദ്ധ ഖുർആനിനെ വിമർശിച്ചപ്പോ കാര്യമായിട്ട് പറഞ്ഞത് എന്താ? അധ്യായവും അധ്യായത്തിന് കൊടുത്ത തലക്കെട്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം 2-ാം അധ്യായം പശു, അങ്ങനെ അയാള് വ്യാഖ്യാനം വായിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. അൽ ബഖറ എന്നതിന്റെ അർത്ഥം വായിച്ചത് അയാള്. 2-ാം അധ്യായം പശു. ഞാൻ ആ അധ്യായം മുഴുവൻ വായിച്ചിട്ട് എവിടോ ഒരു പശുവിന്റെ പരാമർശമുണ്ട്. അതിനാണ് ആ പശുവായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവും അൽ ബഖറ സൂറത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ പരാമർശേ അതിലുള്ളൂ. അതിന് സൂറത്തിന്റെ മൊത്തം പേര് പശുവായി പോയി. ഈ കാലത്ത് ജീവിക്കാൻ പോലും അയാൾക്ക് അർഹതല്ല എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? അത്രയും വലിയ വിഡ്ഢിത്തല്ലേ അയാളാ പറഞ്ഞത്? തകഴിയുടെ ചെമ്മീൻ, ഈ പുസ്തകം വായിച്ചോൾക്ക് അതിൽ ചെമ്മീൻ എപ്പോഴാ കടന്നു വരുന്നത്? ഓരോ ചെറിയൊരു ഭാഗം ആ കഥയിൽ അല്ലേ? പാത്തുമ്മായുടെ ആട് ബഷീറിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടാകും. ആനപ്പൂട ബഷീറിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടാകും. അതിലൊക്കെ ഈ ആനപ്പൂട ചർച്ചയിൽ കടന്നു വരുന്നത് എപ്പോഴാ? കുളിക്കാൻ കയറിയപ്പോ ആനയുടെ വാലിൽ തൂങ്ങി പൂടയെടുക്കാൻ ഒരുങ്ങിയ ഒരു ചെറിയ സംഭവം. അതൊറ്റ പ്രാവശ്യം പരാമർശിക്കുന്നേ ഉള്ളൂ, അത് കഴിഞ്ഞു പോയി, വേറെ കഥയാണ്. അപ്പോ അങ്ങനെയൊക്കെ അട്രാക്റ്റീവായ നാമകരണങ്ങൾ നൽകുന്നത് സാഹിത്യകാരന്റെ ശൈലിയാണ്. അതുപോലും അറിയാതെ ആയിപ്പോയല്ലോ അദ്ദേഹം ഈ വിമർശനം നടത്തിയത് എന്നതിൽ നമുക്ക് ഖേദമുണ്ട്. അയാൾക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ല, ഖുർആനിനെ കൊച്ചാക്കാൻ വേണ്ടി എടുത്ത പണിയാ. തടക്കില്ല. എന്തുകൊണ്ട്? ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, നാമാണ് ഖുർആനിനെ ഇറക്കിയത്, വഇന്നാ ലഹു ലഹാഫിദൂൻ, നമ്മൾ തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അതുകൊണ്ട് ഖിയാമം വരെ ഒരാൾക്കും ഊതിക്കെടുത്താൻ പറ്റിയ ദീപമല്ല വിശുദ്ധ ഖുർആൻ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഫീഹിമാ ഫാകിഹത്തും വനഖ്ലും വറുമ്മാൻ. എന്തേ? പഴങ്ങളുടെ കൂട്ടത്തിൽ 2 പഴങ്ങളെ എടുത്തു പറയുമ്പോ എന്തുകൊണ്ട് അല്ലാഹു ഈ ഈത്തപ്പഴവും ഉറുമാമ്പഴവും മാത്രം എടുത്തു പറഞ്ഞു? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഈത്തപ്പഴം പഴമാണെന്നതിന്റെ പുറമെ ഭക്ഷണവും കൂടെയാണ് എന്നൊരു കാരണം പറഞ്ഞു. അതുപോലെ തന്നെ ഉറുമാമ്പഴം പഴമാണെന്നതിന്റെ കൂടെ മരുന്നും കൂടെയാണ്. അറബികൾ മരുന്നായി ഉപയോഗിച്ചിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ്, മാത്രമല്ല അവർക്ക് പരിചയമുള്ള ചെറുതും വലുതുമായ 2 പഴങ്ങൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും പറയുകയാണെങ്കിൽ ഈത്തപ്പഴവും അതുപോലെ ഉറുമാമ്പഴവും ആയിരുന്നില്ലല്ലോ പറയേണ്ടതെന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. ചക്കയല്ലേ പരാമർശിക്കേണ്ടത്?
അതുകൊണ്ടല്ല ഈ പറഞ്ഞത്. വ്യക്തമായ അന്തരമുള്ള രണ്ടെണ്ണം പറയുക, നഖ്ലും വറുമ്മാൻ. ഇനി മാത്രമല്ല, ഈത്തപ്പനക്ക് വലിയ പ്രത്യേകതയുണ്ട്, ഈത്തപ്പഴത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഈത്തപ്പഴത്തിന്റെ പ്രത്യേകത അപാരമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ഈ കൂട്ടത്തിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്താ ഇത് പറയാൻ കാരണം എന്നറിയോ നിങ്ങൾ? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബുൽ അർബഈനിൽ പറയുന്നത് കാണാം, ഈത്തപ്പഴത്തിന്റെ പ്രത്യേകത. ഇത് വായിച്ചത് പിന്നെയാ. ചില സഹോദരിമാർക്കൊക്കെ ഉണ്ടാകും പ്രസവാനന്തര ഒരു വയറുവേദന. ഇത് പെണ്ണുങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന മനസ്സിലാക്കുന്നത് ഈ ചർച്ച. പ്രസവാനന്തരം വയറുവേദന ഉണ്ടാകും. പ്രസവ വേദനയേക്കാൾ കഷ്ടാണ് എന്നാണ് അത് അനുഭവിച്ചവർ പറയുന്നത്. എന്നിട്ട് 2, 3, 4 ദിവസം പ്രസവാനന്തരം ഈ വയറുവേദന വല്ലാത്ത വിഷമം സൃഷ്ടിക്കും. ഇങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ അപ്പൊ പ്രസവിക്കുന്നതിനേക്കാൾ പേടി പ്രസവിച്ചിട്ടുള്ള 2-3 നാളാണ് എന്ന് പലപ്പോഴും അങ്ങനെയുള്ള സഹോദരിമാർ പറയാറുണ്ട്. എന്നാൽ ഇതിനൊരു പരിഹാരം എന്നോണം ഒരു ഡോക്ടർ ഒരിക്കൽ പറഞ്ഞു, ഞാൻ അതിനൊരു ഔഷധം കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചു. പ്രസവിച്ച പെണ്ണിന് കാലി വയറ്റിൽ മറ്റൊന്നും കൊടുക്കുന്നതിന്റെ മുമ്പ് ഒരു 10 ചുള ഈത്തപ്പഴം കൊടുത്താൽ ആ വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കൊടുത്തു നോക്കിയ സമയത്ത് നേരത്തെയൊക്കെ വേദനയുള്ള സഹോദരിമാർക്ക് പ്രസവത്തില് ഇങ്ങനെ കൊടുത്തപ്പോ ഒരു വിഷമവും ഇല്ല. അപ്പൊ ഇങ്ങനെ അത് കണ്ടു. അതാ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് ചെയ്തതാ. പക്ഷെ പിന്നെ കിതാബുൽ അർബഈൻ പരിശോധിച്ചപ്പോ, ഇമാം ഗസാലിയുടെ കിതാബുൽ അർബഈൻ ഇങ്ങനെ മുതാലാ ചെയ്തപ്പോ അതിലൊരു ഹദീസ്, ഗർഭിണികൾക്ക് പ്രസവാനന്തരം ആദ്യമായി നിങ്ങൾ കൊടുക്കേണ്ടത് റുതബാൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു. ഇതൊക്കെ നമ്മളടുത്തുണ്ട് മരുന്ന്, പക്ഷെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രസവാനന്തരം പെണ്ണിന് കൊടുക്കേണ്ടത് ഈത്തപ്പഴമാണെന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇത്തരം വിഷമങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇത് ബോധ്യപ്പെടാവുന്ന സത്യാണ്. എന്നാൽ അങ്ങനെ കിതാബുൽ അർബഈനിലെ വരി കണ്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എങ്ങോട്ട്? ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹിസ്സലാം പ്രസവവേദന വന്ന സമയത്ത് ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, അതാ വയറുകൊണ്ട്, കാരണം അസാധാരണമായ കുഞ്ഞാണല്ലോ ജനിക്കുന്നത്. നാട്ടുകാരൊക്കെ കളിയാക്കിയിട്ട് മല കയറി പോയിരിക്കുകയാണ്. ബത്ലഹാമിൽ ചെന്നിരിക്കുന്ന സമയത്ത്, ബൈത്തുല്ലഹം എന്നാ നമ്മൾ പറയാ, ക്രിസ്ത്യാനികൾ പറയും ബത്ലഹാം എന്ന്. ആ ബൈത്തുല്ലഹമിൽ ചെന്നിരിക്കുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട മറിയം ബീവിയോട് പറഞ്ഞതെന്താ? വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ. പ്രസവിച്ച പെണ്ണിന് ഭക്ഷണം കിട്ടണം, ഉടനെ കിട്ടണം, തടിച്ച് ക്ഷീണിച്ചിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് പ്രസവാനന്തരം കഴിക്കാൻ ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, എത്രയോ മരങ്ങളുണ്ട് അവിടെ, ഇലയില്ലാതെ ഉണങ്ങിക്കിടക്കുന്ന മരങ്ങൾ. അതൊന്നും പിടിച്ചു കുലുക്കാൻ പറഞ്ഞില്ല. തൊട്ടടുത്ത് ഉണങ്ങി നിൽക്കുന്ന ഒരു ഈത്തപ്പന മരത്തിന്റെ കൊമ്പ് പിടിച്ചൊന്ന് കുലുക്കാൻ പറഞ്ഞു. എന്നാൽ അത് ഇലച്ചുവരും, പച്ച ഇലകൾ ഇലച്ചുവരും. എന്നിട്ടതിൽ കായയും കുലയുമൊക്കെ ഉണ്ടായി. ഒരേ നിമിഷത്തിൽ അതൊക്കെ നിങ്ങൾ അങ്ങ് കുലുക്കുമ്പോഴേക്ക് സംഭവിക്കൂ. അല്ലാഹു പറയാ, ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, നിങ്ങൾ ഈത്തപ്പനയുടെ മരം പിടിച്ച് കുലുക്കിക്കോ, അതിന്റെ കൊമ്പ് പിടിച്ച് കുലുക്കിക്കോ. തുസാഖിത് അലൈകി റുതബൻ ജനിയാ, അത് നിങ്ങൾക്ക് പഴുത്ത് പാകമായ ഈത്തപ്പഴങ്ങൾ അങ്ങനെ എറിഞ്ഞു തരും. നിങ്ങളുടെ മടിയിലേക്ക് പറിക്കാൻ പോലും പോകണ്ട, അതുമെന്നങ്ങനെ കൊഴിഞ്ഞു വീഴും. നിങ്ങൾ എടുത്ത് കഴിച്ചോ. എന്തേ മറ്റു മരങ്ങൾ കുലുക്കാൻ പറയാതിരുന്നത്? പ്രസവാനന്തരം ഈത്തപ്പഴം കഴിക്കുന്നതിൽ വലിയ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ്. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ. സൂറത്തു മറിയമിന്റെ 25-ാം വചനം. കിതാബുൽ അർബഈനിലെ ഹദീസ് കണ്ടപ്പോഴാണ് ആയത്തും ഈ ഹദീസും കൂടെ അങ്ങനെ കൂട്ടി വെച്ചപ്പോ ഡോക്ടർ പറഞ്ഞ വാക്കും കൂടെ ആയപ്പോ എന്തൊരു അല്ലേ, വല്ലാത്തൊരു സൗന്ദര്യം. അത് അനുഭവം കൂടെ ആകുമ്പോൾ കൂടുതൽ ബോധ്യപ്പെടും. ഏതാവട്ടെ, ഇങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, ആ സ്വർഗത്തിൽ സുന്ദരികളായ നല്ല സ്ത്രീകളുണ്ട്. ഇത് രണ്ടാമത്തെ സ്വർഗത്തിനെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞതാ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ ഹൂറുൻ മഖ്സൂറാത്തും ഫിൽ ഖിയാം, ആ പെണ്ണുങ്ങളുടെ
ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. ആ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താ? അവർ മറക്കകത്തിരിക്കുന്നു എന്നതാണ്. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. ഹൂറുലിങ്ങളെ അല്ലാഹ് വർണ്ണിക്കുന്നത് എങ്ങനെയാ? മഖ്സൂറാത്തും ഫിൽ ഖിയാം, തമ്പുകളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട പെണ്ണുങ്ങള്, അതേ കൂടാരത്തിനുള്ളിലിരിക്കുന്ന പെണ്ണുങ്ങള്, മുഖം മൂടി ധരിച്ച് മറയിൽ നടക്കുമ്പോൾ, പർദ്ദ ധരിക്കുന്ന സമയത്ത് പെണ്ണിന് മാനക്കേട് തോന്നുന്നുണ്ടോ? എൻ്റെ ശരീരഭാഗം എല്ലാം വെളിവാക്കിയിട്ട് എനിക്ക് ചുരിദാർ ധരിച്ച് നടക്കാനാണ് ഇഷ്ടം, അങ്ങനെ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിനക്ക് തോന്നുന്നുണ്ടോ? ശരിക്ക് ശ്രദ്ധിച്ചോ, തൽക്കാലം നടക്കില്ല. ഓരോരുത്തർക്കും അല്ലാഹു തആല ഓരോ പ്രകൃതി വെച്ചിട്ടുണ്ട്. ആ സ്വപ്രകൃതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം അപകടമാണ്. സ്വപ്രകൃതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം പലപ്പോഴും അപകടമാണ്. അത് ബുദ്ധിപരമായി സമർത്ഥിക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. പെണ്ണുങ്ങൾ ഇന്ന് പർദാ സമ്പ്രദായം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ബോഡി ഷേപ്പ് പർദ്ദകളൊക്കെ ധരിച്ചിട്ട് വല്ലാതെ വിഷമം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ അല്ലാഹു തആല ഹൂറുലിങ്ങളെ കൊച്ചാക്കാൻ വേണ്ടിയാണോ ഇത് പറഞ്ഞത്, അതോ ഹൂറുലിങ്ങളുടെ മഹത്വം വിവരിക്കാനോ? മഖ്സൂറാത്തും ഫിൽ ഖിയാം, തമ്പിനുള്ളിൽ ഒളിപ്പിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞത് എന്തിനാണ്? അത് അവരുടെ മഹത്വം പറയാനാണോ അതോ അവരെ വഷളാക്കാനാണോ? എല്ലാവരും ബുദ്ധിയുള്ളവരൊക്കെ പറയും മഹത്വമാണ് ഈ പറയുന്നത്. അപ്പൊ പെണ്ണിന്റെ സൗന്ദര്യം എന്താ? വീട്ടിനകത്തിരിക്കലാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ? ഉണ്ട്. അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി മാത്രം തന്റെ തഫ്സീറിൽ, വേറെ ആരോ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, കുറെ നോക്കി. അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ഭംഗിയായി പറഞ്ഞു, ഐ ഖുസിർന ഫീ അമാകിനിഹിന്ന വന്നിസാഉ തുംദഹു ബിദാലിക ഇദ് മുലാസമതുഹുന്നൽ ബുയൂത തദുല്ലു അലാ സിയാനതിഹിന്ന. പതിവൃതകളായ സ്ത്രീകളാണ് വീട്ടിന്റെ അകത്തിൽ ഇരിക്കുന്നത്, ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നത്, തുറന്നിട്ട് നടക്കുന്നവരെല്ലാവരും. അത് പെണ്ണിന്റെ മദ്ഹാണ്, പെണ്ണിനത് സൗന്ദര്യമാണ്, പെണ്ണിനത് അന്തസ്സുള്ള കാര്യമാണ് പർദ്ദ. അതുകൊണ്ട് പർദ്ദ അന്തസ് കമ്മിയാണെന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഒരിക്കലും നീ വലിച്ചെറിയേണ്ടതല്ല. അല്ലാഹു തആല പെണ്ണുങ്ങളെ പിടിച്ച് വീട്ടിലിരുത്തുന്നു. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അല്ലയോ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുക. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾ അന്ധകാര കാലഘട്ടത്തിലെ സമൂഹം, ആ സഹോദരിമാര് അഴിഞ്ഞാടിയതുപോലെ നിങ്ങൾ അഴിഞ്ഞാടല്ല. വിശുദ്ധ ഖുർആൻ പറയാൻ എന്തേ ജാഹിലിയ കാലത്തുള്ള പെണ്ണിനുള്ള കുറവ്? അവൾ അവളുടെ തലമറക്കൂല എന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ജാഹിലിയ കാലത്തുള്ള പെണ്ണിനെ പോലെ നടക്കരുത് എന്ന് പറഞ്ഞാൽ തലമറക്കാതെ നടക്കരുത് എന്നാണെങ്കിൽ, ഇന്നത്തെ പെണ്ണ് അവളുടെ ശാപം അവൾ തലമറക്കുന്നില്ല എന്നതല്ല, തീരെ ഉടുക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് പെണ്ണെ അല്പെങ്കിലും ഉടുക്കാൻ തയ്യാറാവുക, നിന്റെ തല മറക്കാൻ തയ്യാറാവുക, നിന്റെ ശരീരഭാഗങ്ങൾ നീ മറക്കാൻ തയ്യാറാവുക. കാരണം പെണ്ണിനൊരു സ്വപ്രകൃതമുണ്ട്, സ്വന്തമായി അവൾക്കുള്ള പ്രകൃതത്തിലൂടെയാണ് അവൾ നീങ്ങേണ്ടത്. ഇതിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപകടം വരുത്തും. നോക്ക്, നിങ്ങൾ ഉളുപ്പ് എന്ന സംഗതി ഇന്ന് ഈ രംഗത്ത് എടുത്തുപോയി. പെണ്ണൊരിക്കലും രംഗപ്രവേശം ചെയ്യാൻ പാടില്ല. അവൾ രംഗത്തിറങ്ങേണ്ടവളല്ല, അവൾ പൊതുപ്രവർത്തനം നടത്തേണ്ടവളല്ല. മണ്ണിന് വിപരീതമാണ് വെണ്ണിന്റെ സ്വഭാവം, മണ്ണിന് വിപരീതമാണ് വെണ്ണിന്റെ സ്വഭാവം. ആകാശവും ഭൂമിയും വ്യക്തമായ അന്തരമുണ്ട്. ഇതുപോലെ ആണും പെണ്ണും വ്യക്തമായ അന്തരമുണ്ട്. പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം, എങ്കിലേ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആകാശത്തിന്റെ പരിപാടി എന്താ? ആകാശത്തിന്റെ വേർപാടെന്താണ്? വിണ്ണ്. അത് മണ്ണിലേക്ക് മഴയും കാർമേഘവും മഞ്ഞുമായിട്ട് പെയ്തിറങ്ങുകയാണ്. ഭൂമിക്ക് വേണ്ടതെല്ലാം ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇട്ടുകൊടുക്കും. അപ്പൊ ആകാശം കൊടുക്കുന്നു, അത് ഭൂമി തിരസ്കരിക്കുകയാണോ? ഇല്ല. എനിക്കത് ഏറ്റുവാങ്ങാൻ കഴിയൂല. അല്ല, ആകാശം എന്താണോ കൊടുക്കുന്നത് അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് വാങ്ങി വെക്കാം. കണ്ടോ? ആകാശം കൊടുക്കുന്നു, മണ്ണത് ഏറ്റുവാങ്ങുന്നു, എന്നിട്ട് തന്റെ മക്കളെ പോറ്റുന്നു. ഇതേ രൂപത്തിലാണ് ആണും പെണ്ണും നിലനിൽക്കേണ്ടത്. ആൺ എന്തു കൊടുക്കുന്നോ അത് ഏറ്റുവാങ്ങിയിട്ട് തന്റെ മടിത്തട്ടിലുള്ള മക്കളെ പരിപാലിക്കലാണ് പെണ്ണിന്റെ ചുമതല. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാ? ജോലിക്ക് പോകേണ്ടതും രംഗത്തിറങ്ങേണ്ടതും ഒന്നും പെണ്ണല്ല എന്ന് വരാനാണ്. ശരിക്കും മനസ്സിലാക്കുക. ഇതിനെങ്ങാനും എതിരുവട ചെയ്യുകയാണെങ്കിൽ ആകാശത്തോട് ഭൂമി പറയാ, ഈ തരുന്നത് ഇങ്ങനെ അത് മാത്രം എടുത്ത് എന്റെ മടിത്തട്ടിലുള്ള കുഞ്ഞുങ്ങളെ പോറ്റുക, മനുഷ്യരെ പോറ്റുക, അതിനൊന്നും എനിക്കാവൂല, എനിക്ക് തന്നെ കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോണ കാര്യമല്ല. സ്വപ്രകൃതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം അപകടമാണ്. അതുകൊണ്ട് ആണ് തരുന്നത് പെണ്ണ് വാങ്ങി
ആ പെണ്ണിന്റെ വയറ്റിൽ ആ പെണ്ണിൽ നിന്ന് ജനിച്ചു വീഴുന്ന മക്കൾ, ആ പെണ്ണിന്റെ മടിത്തട്ടിലും ചുറ്റുമുള്ള മക്കളെ തീറ്റിപ്പോറ്റാനാണ് അവൾ സമയം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുരുഷന്റെ ഔദാര്യം ഏറ്റുവാങ്ങി, പുരുഷൻ തരുന്നത് ഏറ്റുവാങ്ങി അവന്റെ ഔദാര്യത്തിന്റെ തണലിൽ തൻ്റെ മക്കളെ തീറ്റിപ്പോറ്റലാണ് അവൾ ചെയ്യേണ്ട ബാധ്യതയെങ്കിൽ അവളെ ഖുർആൻ, പുറത്തിറങ്ങിയ പെണ്ണിനെ ഖുർആൻ വീട്ടിൻ്റെ അകത്തേക്ക് തൊളിക്കുന്നു. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളൊക്കെ പോയി വീട്ടിൽ കൂട്. കാരണം എന്താ? നിങ്ങൾ പുറത്തിറങ്ങേണ്ടവരല്ല. നിങ്ങൾ പുറത്തിറങ്ങിയ ഫിത്ന ഉണ്ടാകും, നിങ്ങൾ പുറത്തിറങ്ങിയ ഫിത്നയുണ്ടാകും എന്നല്ല, നിങ്ങളുടെ കുടുംബ ജീവിതം ആകെ താളം തെറ്റും. സ്വപ്രകൃതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം നിങ്ങൾക്ക് അപകടമാണ്. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നവരെ താക്കീത് ചെയ്തുകൊണ്ട് അവരെ വീട്ടിലേക്ക് കടത്തിക്കുകയാണ്. എന്താ ഉണ്ടാകുക? ഒന്നിരിക്കൽ നിങ്ങൾ സ്വയം നശിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആണും പെണ്ണുമല്ലാത്ത ഒരു തീയായി മാറും. അതല്ലേ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? പുറത്തിറങ്ങുന്ന പെണ്ണ് ഒന്നിരിക്കൽ സെക്സ് റാക്കറ്റിൽ കുടുങ്ങി അവൾ സ്വയം നശിക്കുന്നു. അല്ലെങ്കിൽ ആണും പെണ്ണും അല്ലാത്തൊരു സാധനം. പൊരയിൽ കുട്ടിയേക്ക് ഉമ്മയില്ല, പുതിയാപ്പൾക്ക് പെണ്ണുമില്ല, ഒന്നുമില്ല. ഇവിടെ എപ്പോഴോ കയറി വരുന്നു യാതൊരു ബന്ധവുമില്ല. അത് ഭാര്യ ജോലിക്കാരിയായ ഭർത്താക്കന്മാരോട് ചോദിക്കണം അതിന്റെ സുഖത്തിലുണ്ട്. അപ്പൊ അവർ പറഞ്ഞുതരും. ഇത് ഞാൻ പറയുന്നത് ഭാര്യക്ക് ജോലി ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇസ്ലാം ഇതിനൊരു പ്രകൃതിദത്തമായ ഒരു കാര്യം നിയമിച്ചിട്ടുണ്ട്. ആ നിലക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഭർത്താവിന് ശമ്പളമില്ലാതെ ഭർത്താവിന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ അപ്പൊ പോകാം. അല്ലെങ്കിൽ കുറെ നഷ്ടങ്ങൾ വരും, ആ നഷ്ടം സഹിക്കാൻ തയ്യാറാവേണ്ടി വരും. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മത്സ്യത്തെ പിടിച്ച് കരയിലിട്ടാൽ ശ്വാസം മുട്ടി പെടഞ്ഞ് അത് ചാവും. അതേ സമയത്തോ വാൽമാക്രിയെ പിടിച്ച് കരയിലേക്ക് ഇട്ടാലോ അത് തവളയായി മാറും. ഇതുപോലെ ഒന്നിരിക്കൽ സ്വപ്രകൃതത്തിൽ നിന്ന് ഒളിച്ചോടി ആണിനൊപ്പം അതിവേഗം ഓടിയെത്താൻ ശ്രമിക്കുന്ന പെണ്ണ് ഒന്നിരിക്കൽ അവളുടെ ചാരിത്രം ദുഷിക്കും, നശിക്കും. അല്ലെങ്കിൽ അവൾ ആണും പെണ്ണും അല്ലാത്തൊരു സാധനമായിട്ട് ഇങ്ങനെ ജീവിക്കും. ഇതുകൊണ്ടുണ്ടായിത്തീരുന്ന വലിയ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ? ഒരു പെണ്ണ്, ആ പെണ്ണ് പുരുഷനൊരു വലിയ അത്താണിയാണ്. അയാൾ ഏത് ക്ഷീണത്തിലും ടെൻഷനിലും പ്രയാസത്തിലും വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്ന പെണ്ണിനെ കാണുമ്പോ ഇയാളുടെ എല്ലാം ഇയാൾ മറന്നുപോയി. 100,000 ഷോലുകളുമായിട്ടാ കടന്നു വരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദ്യമായി ചിരിക്കുന്ന ഭാര്യയെ കാണുമ്പോ അതെല്ലാം മറന്നുപോയി. ഖുർആൻ പറഞ്ഞത് നോക്ക് നിങ്ങൾ. വമിന്നായാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. വമിന്നായാതിഹി, അല്ലാഹുവിന്റെ മഹാത്ഭുതങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും, നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്ന് തന്നെ അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു എന്നത്. അസ്വാജൻ, നിങ്ങൾക്ക് വേണ്ട ഇണകളെ. എന്തിന്? ലിതസ്കുനൂ ഇലൈഹ, നിങ്ങളുടെ തപിക്കുന്ന മനസ്സിനെ തണുപ്പിക്കാൻ. ലിതസ്കുനൂ ഇലൈഹ, നിങ്ങൾക്ക് സുക്കൂൻ തേടി, നിങ്ങൾക്ക് ശാന്തി തേടി, നിങ്ങൾക്ക് സമാധാനം തേടി ചെല്ലാൻ വേണ്ടിയാണ് ഭാര്യമാരെ സൃഷ്ടിച്ചത്. ലിതസ്കുനൂ ഇലൈഹ. അപ്പൊ ഭാര്യയുടെ സാന്നിധ്യത്തിൽ ഭർത്താവിന്റെ മനസ്സ് തണുക്കുന്നുണ്ട്. ഭാര്യ പുറത്തിറങ്ങിപ്പോയാൽ, അവൾ വേദിയിൽ പ്രസംഗിക്കാൻ പോയാൽ, അവൾ ജോലിക്ക് പോയാൽ അപ്രതീക്ഷിതമായി കയറി വരുന്ന ഭർത്താവിനെ തണുപ്പിക്കാൻ ആളില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങൾ പലപ്പോഴും ഉടയാറാണ്. അത് നിലനിൽക്കുന്നത് വളരെ ചുരുക്കമാണ്. ചുരുക്കം ചിലത് ഒത്തുപോകുന്നില്ല എന്നല്ല പറയുന്നത്. സ്വപ്രകൃതത്തിന് എതിരെയുള്ള നീക്കമാണ് നടക്കുന്നത്. നോക്ക് നിങ്ങൾ. അപ്പോൾ എല്ലാ സമയത്തും എപ്പോഴും പെൺമാറിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയേണ്ട ആ പുരുഷനത് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അയാൾക്ക് സുക്കൂനത്ത് നഷ്ടപ്പെടുന്നു, ശാന്തി നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. ലിതസ്കുനൂ ഇലൈഹ. ആ ആയത്തിലൊക്കെ വേറെയും കുറെ കാര്യം ചിന്തിക്കാനുണ്ട്. മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹ, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ നൽകിയത് നിങ്ങൾക്ക് അവരിൽ ശാന്തി കാണാനാണ്, സമാധാനം കണ്ടെത്താനാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ നിന്നല്ല ഇണകൾ എന്നുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് സമാധാനം നൽകാനല്ല ഇണകൾ എന്നായിരുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇണകളെ വേണ്ട. ചിന്തിക്കുക. പാശ്ചാത്യരുടെ ഇണകൾ മനുഷ്യരാണോ? പട്ടികളെ ഇണകളാക്കി കൊണ്ടു നടക്കുന്നവരുണ്ട്, മൃഗങ്ങളെ ഇണകളാക്കി കൊണ്ടു നടക്കുന്നവരുണ്ട്. വളരെ അറുബോറൻ സംസ്കാരമാണ്, സമ്മതിച്ചു. എന്നാലും അവന്റെ ലൈംഗികദാഹം അങ്ങനെയും ഒരു പക്ഷേ തീർക്കാം. അതല്ല പെണ്ണുകൊണ്ടുള്ള ലക്ഷ്യം. പെണ്ണുകൊണ്ട് കൂട്ടത്തിൽ ലൈംഗികദാഹം തീർക്കുന്നുണ്ടെങ്കിലും പെണ്ണുകൊണ്ടുള്ള പ്രധാന ലക്ഷ്യം
ഈ ഇണസാന്നിധ്യം കൊണ്ട് ആണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലക്ഷ്യം ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് പരസ്പരം ഒരാളുടെ മനസ്സ് ചൂട് പിടിക്കുമ്പോൾ അതിനെ മറ്റേയാൾ തണുപ്പിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല അതിലല്ലാഞ്ഞാൽ സമാധാനം വേറെ വർഗത്തിൽ നിന്നെങ്ങാനും തിന്നോക്കേണ്ടിയിരുന്നു അല്ലാഹു തആല ഇണകളെ. അപ്പോഴാ ലിതസ്കുനു ഇലൈഹന്റെ വില അറിയാം. ലിതസ്കുനു ഇലൈഹ നമ്മളൊന്ന് ചിന്തിക്കുക. പാശ്ചാത്യൻ സംസ്കാരം പോലെ വളരെ മോശമായ അറുബോറൻ സംസ്കാരം, പശുവിനെയും അതുപോലെ തന്നെ ആടുകളെയും അതുപോലെ മറ്റു മൃഗങ്ങളെയും ഒക്കെ ഏതാകുകയാണ്, ഇണകളായി വരിക്കുന്ന ഒരു സ്വഭാവം വന്നിരുന്നത്. അവിടെ അങ്ങനെ തന്നെ ഉണ്ട്, അവിടെ അങ്ങനെ തന്നെ നടന്നു വരുന്നുണ്ട്. എന്തേ? നായയെ തൻ്റെ ഭർത്താവായി കൊണ്ടു നടക്കുന്ന സഹോദരിമാർ എത്രയോ ഉണ്ട്. ഇത് നമ്മളൊക്കെ വായിക്കുന്നതും അറിയുന്നതും ഒക്കെയാണ്. ഏതാവട്ടെ, ഞാൻ പറയുന്ന അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് വല്ല സമാധാനം ഉണ്ടാവുമായിരുന്നോ? ഇന്നിപ്പോ നിങ്ങൾക്ക് ഭാര്യയെ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ എന്തോ ഒരു സന്തോഷം അല്ലേ? എന്തോ ഒരു മനസമാധാനം ആ കുഞ്ഞിനെ കയ്യിലേക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ കണ്ണ് നിറയെ നിങ്ങൾ നോക്കി നിൽക്കുന്നു, എത്ര സന്തോഷത്തോടെ. നേരെ മറിച്ച് ഇതര വിഭാഗത്തിൽ നിന്നാണെങ്കിൽ മനുഷ്യനും മറ്റു മൃഗങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ആ സങ്കര ഇനം മക്കളെ കാണാൻ ഇവന് വല്ല സമാധാനം ഉണ്ടാവുമായിരുന്നോ? എന്നല്ല, പൊരേല് അരി വിളമ്പുന്നതിലേറെ വിളമ്പേണ്ടി ഒരു മക്കൾക്ക് കാലിത്തീറ്റയായിരിക്കും അല്ലേ? ലിതസ്കുനു ഇലൈഹാ മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ നൽകിയത് ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് ശാന്തി വേണ്ടേ, നിങ്ങൾക്ക് സമാധാനം വേണ്ടേ, അതിനാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ നൽകിയത്. അതുകൊണ്ട് തന്നെ ആ പെണ്ണ് ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? നിങ്ങൾ പെണ്ണ് പുറത്തിറങ്ങണം എന്ന് പെരുമ്പറയടിക്കുന്ന കുറെ ആളുകളുണ്ട്. പെണ്ണ് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് പെരുമ്പറയടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് പറയുകയാണ്, പറ്റില്ല. ആണിനെ പോലെ പെണ്ണ് കുതിക്കാൻ ഒരുങ്ങിയാൽ ഒന്നിരിക്കൽ പെണ്ണ് നശിക്കും, അല്ലെങ്കിൽ ആണും പെണ്ണുമല്ലാതെയായി തീരും. ഇറുകിയ ജീൻസ് ധരിച്ച് ഇറുകിയ ജീൻസിന്റെ മറവിൽ ഒരു പക്ഷേ അവൾ ഒരാണായി കോലം ചമയാൻ ശ്രമിച്ചേക്കാം. ഇന്നത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഇറുകിയ ജീൻസിന്റെ മറവിൽ ഒരു ഗർഭപാത്രത്തിന്റെ തുടിപ്പ് എത്ര കാലം അവൾ കൊളുപ്പിച്ചു വെക്കാൻ കഴിയില്ല. ഏത് ജീൻസും പൊട്ടിച്ച് ഞാൻ പെണ്ണാണെന്ന് കുറച്ച് കഴിയുമ്പം പെണ്ണിന്റെ ഗർഭപാത്രം വിളിച്ചു പറയും. അതുകൊണ്ട് നടക്കില്ല എന്നാണ് ഈ പറയുന്നത്. സ്വപ്രകൃതത്തിൽ ഒതുങ്ങിക്കോ. പെൺലിംഗമാണ് കിട്ടിയതെങ്കിൽ അത് പൊരുത്തപ്പെടുക, ആൺലിംഗമാണ് കിട്ടിയതെങ്കിൽ അത് പൊരുത്തപ്പെടുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും ലിബഅലാ ബഅദ്, നിങ്ങളിൽ ചിലരെക്കാൾ ഞാൻ ആദരിച്ചു എന്ന കാരണം കൊണ്ട് നിങ്ങൾ ഒരാൾ മറ്റൊരാളാകാൻ കൊതിക്കരുത്. കണ്ടോ? ആണ് ലിംഗമാറ്റത്തിലൂടെ ശസ്ത്രക്രിയയിലൂടെ പെണ്ണാകാൻ ശ്രമിക്കുക, പെണ്ണ് ശസ്ത്രക്രിയയിലൂടെ ആണാകാൻ ശ്രമിക്കുക. ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാ. ഇത് ചെയ്യരുത്. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്, ആണിനെ ആണാക്കിയതും പെണ്ണിനെ പെണ്ണാക്കിയതും ഒക്കെ എൻ്റെ ഔദാര്യമാണ്. അത് കാരണം നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാളാവാൻ കൊതിക്കരുത്. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ലിർരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസബിന, ആണുങ്ങൾക്ക് അവർ പ്രവർത്തിച്ചതിൻ്റെ ഊഴം കിട്ടും, പെണ്ണുങ്ങൾക്ക് അവർ പ്രവർത്തിച്ചതിൻ്റെ അംശവും കിട്ടും. ആണുങ്ങളെ പെണ്ണുങ്ങളെ, നിങ്ങൾ രണ്ടാളും നിസ്കരിച്ചാൽ പെണ്ണാണെന്ന് കരുതി ഞാൻ കൂലി കുറക്കില്ല അല്ലാഹു പറയുന്നു. അതുകൊണ്ട് പെണ്ണ് ആണാകാൻ ശ്രമിക്കണ്ട. പെണ്ണാണെന്ന് കരുതി സ്വതക്ക ചെയ്യുമ്പോൾ ആണിനേക്കാൾ നിങ്ങൾക്ക് കൂലി കുറക്കില്ല, ആണിന് നിങ്ങളെക്കാൾ കൂട്ടുകയില്ല. ലിർരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസബിന, അതുകൊണ്ട് തന്നെ വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്, നിങ്ങൾ ഒരാൾ മറ്റൊരാളാവാൻ ഒരിക്കലും മോഹിക്കാൻ പാടില്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ്. ആകാശത്തിനൊരു പ്രകൃതിയുണ്ട്, ഭൂമിക്കൊരു പ്രകൃതിയുണ്ട്. ആകാശം കൊടുക്കുക, ഭൂമി ഏറ്റുവാങ്ങുക, അത് തന്റെ മക്കൾക്ക് കൊടുക്കുക. ഈ ശൈലിയാണ് ആണിനും പെണ്ണിനും കൊടുത്തത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് ശാരദക്കുട്ടി. ഇത് ഞാൻ പറയുന്നത് ഈ ഒരു വിഷയം പറയാനായിരുന്നു ഞാൻ ഇത്രയും ആമുഖം കെട്ടിക്കൊണ്ട് വന്നിരുന്നത്. ശാരദക്കുട്ടി ഒരു വലിയ ലേഖനം എഴുതി വിവാദം ഉണ്ടാക്കി കേരളത്തിൽ. എന്റെ മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് എന്തുകൊണ്ട് അവരുടെ സാഹിത്യം ഉണ്ടാകുന്നില്ല എന്നൊരു ലേഖനം എഴുതി ഇവൾ. ആരുടെ? മുസ്ലിം സ്ത്രീകളെ കൊച്ചാക്കിയിട്ട് എഴുതിയതാ. എന്തുകൊണ്ട് അവരുടെ സാഹിത്യം പിറക്കുന്നില്ല, എന്താ മുസ്ലിം സ്ത്രീകൾ സാഹിത്യകാരികളല്ലാത്തത്? അതിന് മറുപടി പറഞ്ഞതാണ്. അത് എഴുതിയത് അവള്. എന്തുകൊണ്ട് അവരുടെ സാഹിത്യം ജനിക്കുന്നില്ല എന്ന തലക്കെട്ടില് 2005 മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ അവൾ എഴുതി.
5 മാർച്ച് 27 മാതൃഭൂമിയിലാണ് എഴുതിയത്. എന്തായിരുന്നു എഴുതിയിരുന്നത്? ലേഖനം എഴുതി പഴയകാല മുസ്ലിം സഹോദരിമാരെ കുതിരയാക്കുകയായിരുന്നു. ആ വാചകം ഞാൻ വായിച്ചു തരാം. എന്തുകൊണ്ടാണ് പെണ്ണിൽ നിന്ന് സൃഷ്ടികൾ ജനിക്കാത്തത്, സാഹിത്യ സൃഷ്ടികൾ ജനിക്കാത്തത് എന്നിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് അവൾ പറയുകയാണ്, അതിന് പെണ്ണിന് സാഹിത്യ രചനകൾ ഉണ്ടാകണമെങ്കിൽ അവൾക്ക് ചിന്തിക്കാൻ ഒത്തിരി വട്ടം വേണ്ടേ? അതില്ല. അവൾ ഇത്തിരി വട്ടത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ്. അവളുടെ ജീവിതവൃത്തം അത് ശാരദ ചേച്ചി വരഞ്ഞു കാണിക്കുക. എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾ? അവളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പത്തിരി, അത് അവളുടെ വാക്കാ ഞാൻ ഈ വായിക്കുന്നത്, പത്തിരി, പൊന്ന്, പുതിയാപ്പിള, പേറ്, ബിരിയാണി, സ്വർഗം, നരകം, ഈ വക വിഷയങ്ങൾക്കകത്ത് മാത്രം കടന്ന് കറങ്ങുകയാണ് മുസ്ലിം പെണ്ണ്. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഇവൾക്ക് എങ്ങനെ സാഹിത്യം ജനിക്കും? ഇവിടെ ഇപ്പൊ ആരൊക്കെ കുതിരയാക്കി? മുസ്ലിം സഹോദരിമാരെ കുതിര കയറിയതാ, പക്ഷെ മതത്തെ അടക്കം കുതിര കയറി. ആ കൂട്ടത്തിൽ ചിന്തിക്കണം, മതത്തെ അടക്കം കുതിര കയറി. പത്തിരി, പൊന്ന്, പുതിയാപ്പിള, പേറ്, ബിരിയാണി, ഓക്കെ. സ്വർഗം, നരകം, കണ്ട? അതാണ് ഇവിടെ മതവിരോധാണ് വന്നത്. മതവിരോധാണ് അവിടെ ചാടിയത്. സ്വർഗം നരകം എന്ന് പറഞ്ഞ് വയതും കേട്ട് നടക്കുകയാണ്. ജീവിക്കാൻ നോക്കുന്നില്ല, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശാരദ ചേച്ചി പറഞ്ഞെങ്കിൽ ആ ശാരദ ചേച്ചിയുടെ സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ അതിൽ നമുക്കും കൂടെ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അല്ലയോ ശാരദ ചേച്ചി, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ പത്തിരി, പൊന്ന്, പുതിയാപ്പിള, പേറ്, ബിരിയാണി, നരകം, സ്വർഗം എന്ന് പറഞ്ഞ ഇത്തിരി വട്ടത്തിൽ കഴിഞ്ഞിരുന്ന ആ പെണ്ണിന് അന്ന് സംതൃപ്തി ഉണ്ടായിരുന്നോ? അവൾക്ക് സമാധാനമുണ്ടായിരുന്നോ? അതോ മൂടുപടത്തിനുള്ളൊരു സമാധാനം ഒളിപ്പിച്ചു വെച്ച അവൾ അസംതൃപ്തിയോടുകൂടെ കഴിഞ്ഞുകൂടുകയായിരുന്നോ? ഇതാണ് ശാരദ ചേച്ചി പറയേണ്ട മറുപടി. എന്നാൽ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും. ടെന്നീസ് കോർട്ടിൽ തീരെ ശാരീരിക സ്വാതന്ത്ര്യം അനുഭവിക്കാതെ കളിക്കുന്ന സാനിയ മിർസയേക്കാൾ 1000 മടങ്ങ് സമാധാനമുണ്ടായിരുന്നു ഈ പഴയകാല മുസ്ലിം പെണ്ണിന്. കാരണം സാനിയ മിർസ കളിക്കുമ്പം കളിയിലല്ല, കൂട്ടുകാരുടെ ഷൊകല് സാനിയ മിർസയുടെ തുടിച്ചു നിൽക്കുന്ന ഭാഗങ്ങളിലാണ്, മാംസള ഭാഗങ്ങളിലേക്കാണ് കണ്ണെറിയുന്നത്. അത് അത്തരം ആളുകൾ ചില ലേഖനങ്ങളിലൂടെ എഴുതിയിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം, ചില കണ്ണുകൾ, ചില നോട്ടങ്ങൾ ഏറുപോലെ മനസ്സിലേക്ക് തറക്കും. വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഔറത്ത് മറക്കാതിരുന്നെങ്കിലേ ആളെ കിട്ടൂ. പക്ഷേ നാണം മറക്കാഞ്ഞാൽ ഇത്തരം വിഷമങ്ങൾ വല്ലാതെ സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, അവൾ അനുഭവിക്കുന്ന ശാരീരിക അസ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ മുസ്ലിം പെണ്ണിന് അതിലേറെയൊക്കെ എത്രയോ സ്വാതന്ത്ര്യമുള്ളവളാണ്. ആ കാലത്തൊരു ടെൻഷനുമില്ലായിരുന്നു അന്നത്തെ മുസ്ലിം പെണ്ണിന്. 10 പെറ്റ പാത്തുമ്മത്താത്ത ഉള്ളു നിറയെ ചിരിക്കുമായിരുന്നു. ഇന്ന് 2 പെറ്റ് ജോലിക്ക് പോകുന്ന, അല്ലെങ്കിൽ 1 പെറ്റ് ജോലിക്ക് പോകുന്ന പെണ്ണ്, അവൾ എപ്പോഴും ഒരു തൂങ്ങിയ കോഴിയുടെ നിൽപ്പാണ് അവൾക്ക്. എന്തേ കാരണം? സംതൃപ്തിയില്ല, മനസ്സമാധാനമില്ല. ഹബീബിന്റെ ഒരു വചനം വേണമെങ്കിൽ കൂട്ടി വായിച്ചോ. ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറദ്, 10,000 കിട്ടലല്ല സമൃദ്ധി. 10,000 തേങ്ങ വലിക്കാനുണ്ടാവലല്ല സമൃദ്ധി. എന്റെ ഭാര്യക്ക് 10,000 ശമ്പളമുണ്ട്, അതല്ല സമൃദ്ധി. നബി പറഞ്ഞതാണ്, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറദ്, ചരക്കുകളുടെ ആധിക്യത്തിലല്ല സമൃദ്ധി. ശമ്പളം കുറെ ഉണ്ട്, വരുമാനം കുറെ ഉണ്ട്, ഇതല്ല കേട്ടോ സമൃദ്ധി. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, എങ്കിലും സമൃദ്ധി എന്ന് പറയുന്നത് മനസ്സിന്റെ സമൃദ്ധിയാണ്. സമൃദ്ധി, മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സമൃദ്ധി എന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ലേഖനങ്ങൾ എഴുതി മതത്തെ അടക്കം കുതിര കയറുമ്പോൾ ഓർക്കണം, ഇതൊന്നും നല്ലതിനല്ല. ഇതൊക്കെ മറ്റേതോ വിരോധങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കൊറക്കെ പറയാൻ കഴിയും, പഴയ മുസ്ലിം സ്ത്രീക്ക് നല്ല മനസ്സമാധാനം ഉണ്ടായിരുന്നു. അത് കാര്യത്തിന്റെ നിജസ്ഥിതി അറിയുന്ന ശാരദ ചേച്ചിക്കും അറിയും. പക്ഷെ ഉറക്കെ പറയൂല എന്ന് മാത്രം. ഉറക്കെ പറഞ്ഞാൽ അതോടുകൂടെ കഥ കഴിഞ്ഞില്ലേ? ഉറക്കെ പറയൂല, പതുക്കെ അവരും പറയും ആ കാര്യം. അതുകൊണ്ട് ചിന്തിക്കുക, എല്ലാ നിലക്കും പെണ്ണിന് പരിമിതികളുണ്ട് പുറത്തിറങ്ങാൻ. അതിന്റെ അർത്ഥം പെണ്ണിനെ കൊച്ചാക്കി എന്നല്ല. ഏറ്റവും നല്ല സാധനമായതുകൊണ്ടാണ് പെണ്ണിന് ഇത്രയും നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതുപോലെ തന്നെ അവൾക്ക് പ്രതിരോധ ശേഷി കുറവാണ്, പലപ്പോഴും പീഡനങ്ങൾക്കിരയാകും. കണ്ടില്ലേ ഈ പീഡന കേസ് ഇത്രയും കൂടുതൽ അധികരിച്ചത്? ഈ ലക്കും ലഖാനുമില്ലാത്ത പിടുത്തം വിട്ട വരവിലാണ് യഥാർത്ഥത്തിൽ പീഡന കേസ് അധികരിച്ചിട്ടുള്ളത്.
ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ പെണ്ണിന് തീരെ പുറത്തിറങ്ങാൻ പറ്റൂലേ? നിർബന്ധിത സാഹചര്യത്തിൽ പെണ്ണിന് പുറത്തിറങ്ങാം. പ്രിയപ്പെട്ടവരെ, പറയാനൊരുങ്ങിയാൽ എത്ര പറഞ്ഞാലും തീരാത്തൊരു വലിയ വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക പെണ്ണിൻ്റെ സംസ്കാരങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം 10 മണിക്ക് കൃത്യം സംസാരം അവസാനിപ്പിക്കും. ഇനി 10 മിനിറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ പറയണം. അപ്പോൾ പെണ്ണ് അവൾ മറക്കകത്തിരിക്കുന്നതാണ് സൗന്ദര്യം, അതാണ് കൂടുതൽ ഭംഗി എന്നു തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്, കുറേ പെണ്ണുങ്ങൾ നരകത്തിലാണ്. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തൽക്കാലം ഇപ്പോൾ സൗകര്യത്തിന് മാറ്റി വെക്കാണ്. അടുത്ത വാക്ക് മുത്തഖിലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ മുത്തഖീന അലാ റഫ്റഫിൻ ഖുദരിൻ വഅബ്ഖരിയൻ ഹിസാൻ. മുത്തഖീന അലാ റഫ്റഫിൻ ഖുദരിൻ, പച്ച തലയിണകളുടെ മേലിലും, വഅബ്ഖരിയൻ ഹിസാൻ, സുന്ദരമായ പരവതാനികളിലും ചാരിക്കിടക്കുകയാണവർ. ഇവിടെ വേറെ ഒരു രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം. മുത്തഖീന അലാ റഫ്റഫിൻ ഖുദരിൻ വഅബ്ഖരിയൻ ഹിസാൻ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. 31-ാമത്തെ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ കഴിഞ്ഞു. ഇനിയൊരൊറ്റ വാക്കേ ഉള്ളൂ, തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അത് പറയാൻ പോവുകയാണ്. പക്ഷെ അത് പറയുന്നതിൻ്റെ മുമ്പ് മുത്തഖീന അലാ റഫ്റഫിൻ ഖുദരിൻ വഅബ്ഖരിയൻ ഹിസാൻ, അവർ കിടന്നുറങ്ങുന്ന തലയിണകൾ, അവർ കിടക്കുന്ന പരവതാനികൾ, വിരിപ്പുകൾ, ഇതൊക്കെ പറഞ്ഞു. നേരത്തെ ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളുടെ വിഷയം അത് ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതായിരുന്നു. ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളുടെ വിഷയം അത് പറഞ്ഞില്ല. ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ ഇങ്ങനെ വെള്ളം കോരാൻ വേണ്ടി ഒരു കിണറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തിക്കും തിരക്കുള്ള കിണറ്റിൻ്റെ അടുത്ത് ആണുങ്ങളൊക്കെ തിക്കി തിരക്കി, ആണും പെണ്ണും ഉളുപ്പില്ലാതെ തിക്കി തിരക്കി വെള്ളം കോരുക. അപ്പോൾ 2 കുട്ടികൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ക്ഷീണിച്ച് വന്ന് നിൽക്കുക. അതൊക്കെ ഒരു വലിയ സംഭവമാണ്, അങ്ങനെ പറയാൻ നമുക്ക് സമയമില്ല. മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, കാല മാ ഹത്തുബുക്കുമാ, നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? നിങ്ങളുടെ പ്രശ്നം എന്താ പറയണം. മാ ഹത്തുബുക്കുമാ, എന്തു പ്രോബ്ലമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ മാത്രം എന്താ വെള്ളം കോരാത്തത്? അവരൊക്കെ കണ്ടില്ല നിങ്ങൾ വെള്ളം എടുത്തു പോകുന്നു. അപ്പോൾ ഈ കുട്ടികൾ പറയാം, കാലത്താ ലാ നസ്ഖി, ഞങ്ങൾ വെള്ളം കോരൂല, ഹത്താ യുസ്തിറ റിയാൾ, ഈ ആട്ടിടയന്മാരൊക്കെ പിരിഞ്ഞു പോകാതെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ആണും പെണ്ണും ഉളുപ്പില്ലാതെ കുത്തി തിരക്കി അതിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം കോരാൻ പറ്റിയൊരു ടീമല്ല. ഞങ്ങളൊരു ഉളുപ്പുള്ള തറവാട്ടിലുള്ളതാ, അതുകൊണ്ട് ഞങ്ങൾക്കത് പറ്റൂല. ലാ നസ്ഖി ഹത്താ യുസ്തിറ റിയാൾ. അപ്പൊ മഹാനവറുകൾ തിരിച്ചു ചോദിക്കുമല്ലോ, ഓഹോ, അത്ര ഉളുപ്പ് പ്രസംഗിക്കുന്ന നിങ്ങളെ പുറത്ത് തന്നെ കാണാൻ പറ്റൂലല്ലോ. പെണ്ണാണെങ്കിൽ കർണഫി ബുയൂത്തിക്കുന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ പാത്രവും പിടിച്ചു ഇവിടെ വന്നു നിന്നു? ആ ചോദ്യങ്ങൾ ചോദിക്കണ്ടേ എന്ന നിലക്കാണ് അത് ചോദിക്കണ്ട കേട്ടോ എന്ന സൂചനയാണ്. നിങ്ങൾ എന്താ വെള്ളം കോരാത്തത് എന്ന് ചോദിച്ചപ്പോൾ ലാ നുസ്ഖി ഹത്താ യുസ്തിറ റിയാൽ ചുരുക്കിയാ മതിയായിരുന്നു. അവിടെ ചുരുക്കിയില്ല. വാബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളെ വാപ്പ കിടപ്പിലാണ്. വാപ്പ കിടപ്പിലാകുമ്പോൾ നിർബന്ധിത സാഹചര്യം വെള്ളം കിട്ടണമെങ്കിൽ ഞങ്ങൾ തന്നെ പുറത്തു വരണം. അപ്പൊ പർദ്ദ ധരിച്ച് പുറത്തു വരെന്നെ, ജോലിക്ക് വേറെ മാർഗമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ ആ പെണ്ണ് ജോലിക്ക് പോകണം, അതൊക്കെ അല്ലേ നിയമം. മക്കളെ പോറ്റാൻ വേറെ മാർഗമില്ലെങ്കിൽ പെണ്ണ് ജോലിക്ക് പോകണം. ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് തന്നെയാ. ഇസ്ലാം പ്രാക്ടിക്കൽ മതമാണ്. പ്രാവർത്തികമാകാത്ത ഒരു നിയമവും ഇസ്ലാം പറയുന്നില്ല. തബാറകസ്മു റബ്ബിക്, പടച്ചോനെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞതിന്റെ ശേഷം അല്ലാഹ് പറയാൻ തബാറകസ്മു റബ്ബിക്. ഇതുവരെ ഈ അനുഗ്രഹങ്ങളുടെ പെരുമഴ നിന്റെ മുമ്പിൽ വർഷിപ്പിച്ച റബ്ബ്, നീ കേട്ടില്ലേ നല്ല സുന്ദരമായ വചനങ്ങൾ. ഇതെല്ലാം നിനക്ക് വേണ്ടി ഒരുക്കി തന്ന നിന്റെ രക്ഷിതാവിന്റെ പേര് എത്ര സമൃദ്ധമാണ്. ആ പേര് എല്ലാം തികഞ്ഞവനാണല്ലോ നിന്റെ രക്ഷിതാവ്. തബാറക എന്ന് പറഞ്ഞതിന്റെ അർത്ഥമതാ, എല്ലാം തികഞ്ഞവനാണ് നിന്റെ രക്ഷിതാവ്. ആ റബ്ബിന്റെ പേര് എത്രമാത്രം വിശുദ്ധമാണ്. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ആ റബ്ബിന് 2 ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ട് അതൊക്കെ നീ ഉപയോഗിച്ച്, അതൊക്കെ ഉപയോഗപ്പെടുത്തി റബ്ബിന് ഒരു റക്അത്ത് പോലും നിസ്കരിക്കാതെ അവനോട് നന്ദി കാട്ടാതെ നടന്നാൽ ദിൽ ജലാൽ നിന്നെയൊക്കെ പിടിക്കാനും ഒതുക്കാനും കഴിവുള്ള പ്രതാപിയാണവൻ. അതേസമയം എന്തോ ഒരു തെറ്റ് സംഭവിച്ചാൽ പിന്നെ പുറത്തു തരാത്ത രൂപത്തിലുള്ള പോക്കിരിയാണോ അല്ല.
വൽ ഇക്റാം, നിന്നോട് എത്ര വലിയതും പൊറുക്കാനും ദയ കാണിക്കാനും കഴിയുന്നവനാണ് കേട്ടോ തമ്പുരാൻ. അല്ലാഹു തആല പറയുകയാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ ചിന്തിക്കേണ്ടത്, ഈ സൂറയിൽ അല്ലാഹു തആല പറഞ്ഞത് 31 തവണയാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറഞ്ഞത് 31 തവണ. 31 തവണയാണ് പറഞ്ഞത്. എന്നിട്ട് അതിലെ 8 എണ്ണം പറഞ്ഞത് പ്രാപഞ്ചിക രഹസ്യങ്ങൾ പറഞ്ഞിട്ടാ. 8 ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറഞ്ഞത് ذكر منها 8 عقبايات فيها تعداد عجائب خلق الله وبدائع صنعه ومبدأ الخلق ومعادهم. മനുഷ്യന്റെ തുടക്കം ഒടുക്കം, അതുപോലെ തന്നെ പ്രപഞ്ച രഹസ്യങ്ങൾ, വിസ്മയങ്ങൾ, ഇതൊക്കെ അള്ളാഹു എണ്ണി എണ്ണി പറയുന്നിടത്ത് എത്ര എണ്ണം പറഞ്ഞു? 8 പ്രാവശ്യം അവിടെ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞത് സുമ്മ സബ്അതം മിൻഹാ അഖിബായാത്തിൻ ഫീഹാ ദിക്റുന്നാർ വയുറഫുൽ മുജ്രിമൂന ബിസീമാഹും എന്ന് പറഞ്ഞ അത് മുതൽ ലാ യുസ്അലു യൗമൈദിൻ അൻ ദംബിഹി ഇൻസും വലാ ജാൻ എന്ന് പറഞ്ഞ ആയത്ത് മുതൽ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നരക പരാമർശം തുടങ്ങിയപ്പോ അവിടെ 7 എണ്ണം പറഞ്ഞു. അതെന്തേ കാരണം? നരകത്തിന്റെ വാതിലുകൾ 7 ആണ്. അപ്പം നരകത്തിന്റെ വാതിലുകൾക്കനുസരിച്ച് 7 എണ്ണം പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ 31നോടും നീ നന്ദി കാണിക്കുകയാണെങ്കിൽ നരകത്തിന്റെ 7 വാതിലും നിനക്കു നേരെ കൊട്ടിയടക്കപ്പെടും. ഇനി അല്ല 2 സ്വർഗം പറഞ്ഞു. ആ സ്വർഗം പറഞ്ഞ സമയത്ത് അവിടെ അള്ളാഹു ചെയ്തത് സുമ്മ സമാനിയതൻ ഫീ വസ്ഫിൽ ജന്നത്തൈൻ. പിന്നെ അള്ളാഹു തആല 2 സ്വർഗത്തിന്റെ കഥ പറഞ്ഞപ്പോ അവിടെ അള്ളാഹു തആല 8 എണ്ണം പറഞ്ഞു. ആദ്യത്തെ 2 സ്വർഗം പറഞ്ഞപ്പം വീണ്ടും വമിൻ ദൂനിഹിമാ ജന്നത്താനി പറഞ്ഞു, അതിലും 8 എണ്ണം പറഞ്ഞു. അങ്ങനെ 16ഉം അതിന്റെ മുമ്പ് പറഞ്ഞ 8, അതിന്റെ മുമ്പ് പറഞ്ഞ 7ഉം അതിന്റെ മുമ്പ് പറഞ്ഞ 8ഉം, ഇങ്ങനെ 31 തവണയാണ് പറഞ്ഞത്. അതിന്റെ ആശയം, ഈ 31 തവണ പറഞ്ഞ വിഷയങ്ങളിലും ഈമാൻ ഉറപ്പിച്ച് നീ അള്ളാഹുവിനോട് നന്ദി കാണിച്ച് ജീവിക്കുന്നുണ്ടോ? ഉറപ്പാണ് നിനക്ക് സ്വർഗത്തിന്റെ 8 വാതിലുകളും മലർക്കെ തുറക്കപ്പെടും. അതേ സമയം നരകത്തിന്റെ 8 വാതിലുകളും കൊട്ടിയടക്കപ്പെടും കേട്ടോ, സംശയിക്കാനില്ല. ഇനി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ആർക്കാണ് ഇന്ന് നമ്മൾ പറഞ്ഞ ഈ പറുദീസ ലഭിക്കുക? ഈ ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ് ആർക്കാ കിട്ടുക? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അതാണ് മഹാന്മാര് വല്ലാതെ പേടിച്ചു പരലോകത്തെ കുറിച്ച്. ആ പേടി നമുക്ക് വേണം. ഒരൊറ്റ സംഭവം ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ സംസാരം, നമ്മുടെ ഈ തുടർ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാന സഈദ് ഇബ്നു സായിബ് ത്വായിഫി, ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സായിബ് ത്വായിഫി എന്ന് പറയുന്ന ആള്, ലാ തകാദു തജിഫു ലഹു ദമ, ഒരു സമയത്തും കണ്ണീര് വറ്റാറില്ലായിരുന്നു. എപ്പോഴും കണ്ണീരായിരുന്നു, കണ്ണീരോട് കണ്ണീര്, എപ്പോഴും കണ്ണീരായിരുന്നു. ഇന്നമാ ദുമൂഉഹു ജാരിയത്തുൻ ദഹ്റ, കാലാകാലം അയാളുടെ കണ്ണുനീര് അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ സ്വല്ലാ ഫഹുവ യബ്കി, നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിലും കരയും. വൈൻ ത്വാഫ ഫഹുവ യബ്കി, തവാഫ് ചെയ്യുകയാണെങ്കിൽ തവാഫിലും കരച്ചിലാണ്. വൈൻ ജലസ യഖറഉ ഫിൽ മുസ്ഹഫ്, മുസ്ഹഫ് നോക്കി ഇങ്ങനെ ഓതിയിരിക്കുമ്പോ ഫഹുവ യബ്കി, അപ്പോഴും കരയും. അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് മഹാനവറുകളെ കുറിച്ച് പറയുന്നു ഒരു മഹാൻ, വഇൻ ലഖീതുഹു ഫീ ത്വരീഖ്, ഞാനൊരു വഴിയിൽ വെച്ച് നടന്നു പോകുന്നത്, വഴിയിൽ പുറത്തെങ്ങോ പള്ളിയിലൊന്നും അല്ല, നിസ്കരിക്കുമ്പോഴും സുജൂദിലും ഖിറാഅത്തിലും ഓത്തിലും തവാഫിലും ഒക്കെ അതൊക്കെ പിന്നെ ഇബാദത്താണ്. എന്നാ വഴിയിലൂടെ നടന്നു പോകുമ്പോഴോ സാധാ വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫഹുവ യബ്കി, അദ്ദേഹം കരയുകയാണ്. സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത്, ഈ സംഭവം. അങ്ങനെ സുഫിയാൻ പറയാൻ, അങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരനോട് പറഞ്ഞു, ഈ മനുഷ്യന്റെ മഹാത്ഭുതം കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു, അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഫഹദ്ദസൂനി, അവരെന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആളുകൾ എന്നോട് പറഞ്ഞു, അന്ന റജുലൻ ആതബഹു അലാ ദാലിക ഫബകാ, ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നിട്ട് ഇദ്ദേഹത്തെ ആക്ഷേപിച്ചത്രേ, അലാ ദാലിക, ഇങ്ങനെ നിൽക്കാതെ കരയുന്നതിന്. നിങ്ങൾ എന്താ അങ്ങനെ നിൽക്കാതെ കരയാണല്ലോ, നിങ്ങൾക്ക് ഈ കരച്ചിലൊന്ന് കുറച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഫബകാ, മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞു.
എന്നിട്ട് പറഞ്ഞു സുമ്മ ഖാല ഇന്നമാ യംബഗി അൻ തഅ്ദിലനി, നിനക്കെന്നെ ആക്ഷേപിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്കെന്നെ ആക്ഷേപിക്കാം, നീ എന്നെ ആക്ഷേപിക്കണം. വതുആതിബനി, നീ എന്നെ കുറ്റപ്പെടുത്തണം. അല തഖ്സീരി വതഫരീത്, ഞാൻ പടച്ച റബ്ബിനോട് കാണിച്ച, പടച്ച റബ്ബിനോട് ചെയ്യാൻ പറഞ്ഞ പലതും ചെയ്യാതെ ഞാൻ പല കർമ്മങ്ങളും ചുരുക്കി വെച്ചിരിക്കുകയാണ്. പല കർമ്മങ്ങളും എനിക്ക് വേണ്ടത്ര രൂപത്തിന് വേണ്ടത്ര കോലത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വത്തഫരീദ്, ചെയ്യരുതെന്ന് പറഞ്ഞത് ധാരാളം ഞാൻ ചെയ്തു കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഭാഗത്തുള്ള പോരായ്മക്കും എന്റെ ഭാഗത്തുള്ള അതിക്രമത്തിനും മനുഷ്യൻ ഇത്ര തെറ്റ് ചെയ്തു പോയല്ലോ, മനുഷ്യൻ തീരെ അമല് ചെയ്യുന്നില്ലല്ലോ, അതാലോചിച്ച് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കോ, അതിനെനിക്ക് കുഴപ്പമില്ല. ഞാൻ കരയുന്നതിന് കുറ്റപ്പെടുത്താൻ വരരുത് കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യ ദിവസത്തിൽ പറഞ്ഞ വിഷയം. മീസാൻ, അള്ളാഹുവിന്റെ നീതിയാകുന്ന ത്രാസിൽ നിങ്ങൾ വർധനവും പറ്റൂല, ചുരുക്കാനും പറ്റൂല. ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതെ ചുരുക്കിക്കളയാൻ പറ്റൂല, ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്തിട്ട് തട്ട് കൂട്ടാനും പറ്റൂല. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹമിയ. അങ്ങനെ ഇത് കേട്ടപ്പോൾ ഫലമ്മാ സമിഅതു ദാലിക ഇൻസറഫ്തു അൻഹു മിൻഹു വതറക്തുഹു, ആ മനുഷ്യൻ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു പോന്നു. കാരണം ഇദ്ദേഹത്തിന് ശരിക്ക് പരലോകം തലക്കു പിടിച്ചിട്ടാണ് ഇദ്ദേഹം കരയുന്നത് എന്നെനിക്ക് ബോധ്യപ്പെട്ടു പോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഒരു വിശാലമായ അധ്യായം 5 ദിവസത്തിനുള്ളിൽ ഒതുക്കിയിട്ട് സംസാരിക്കുക അപ്പൊ നമ്മൾ ചെയ്തത്. അപ്പൊ ഒരുപാട് ഭാഗങ്ങൾ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. സംഭവം യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓതി വെച്ച അർ-റഹ്മാൻ, അത് വിശദീകരിച്ചാൽ തീരുമോ? ഖിയാമം വരെ തീരൂല. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് പരന്നു കിടക്കുക. അപ്പോൾ ഏകദേശം ആ കാര്യങ്ങളുടെയൊക്കെ ഒരു ഗൗരവം മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ CD നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങളുടെ തലശ്ശേരിയിലെ ഈ സദസ്സും ഈ സ്ഥലവും ഇതൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാ സ്ഥലങ്ങളിലും ചെല്ലും. ഒരുപാട് മോമിനീങ്ങൾ ഇത് കാണും. അള്ളാഹു ഒരുപാട് മോമിനീങ്ങളുടെ മനസ്സിൽ ഈ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ താക്കീതുകൾ ഒരു ഇടിമുഴക്കമായി വീഴുന്ന അവസ്ഥ അള്ളാഹു താല ഉണ്ടാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു താല ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ശബ്ദം കൊണ്ട് ഒരാളെങ്കിലും നന്നാകുന്ന ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തീർക്കുമാറാവട്ടെ. 5 ദിവസം പറഞ്ഞതും കേട്ടതും നീ ഒരു സാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളോട് നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളോട് നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങൾ അപാരമാണല്ലോ. നിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ വമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. പഠിച്ചോനെ, നിന്നെ പേടിച്ച് തന്നിഷ്ടങ്ങളിൽ നിന്ന് മാറി നീ കണക്കാക്കിയതുപോലെ ഇരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. പെടുത്തിത്തരണേ അല്ലാഹ്. ഞങ്ങളെ നീ പെടുത്തിത്തരണേ അല്ലാഹ്. ഭക്തരുടെ മറുദീസ ഞങ്ങൾ പറഞ്ഞു റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ കടത്തി സുഖിപ്പിക്കണേ റഹ്മാനെ. കുറ്റവാളികളുടെ സങ്കേതത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് രക്ഷ താ അല്ലാഹ്. ഞങ്ങൾക്ക് രക്ഷ താ അല്ലാഹ്. ഞങ്ങൾക്ക് രക്ഷ താ അല്ലാഹ്. പഠിച്ചവനെ, നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് കുതിരയോടാൻ കഴിയില്ല. അല്ലാഹുവേ, നീ ചെയ്ത അനുഗ്രഹങ്ങൾ ധാരാളമാണ്. നീ ഞങ്ങളോട് ചോദിച്ചു ഏതാണ് നിഷേധിക്കാൻ തയ്യാറുണ്ട്. അല്ലാഹുവേ, ഒന്നുപോലും നിഷേധിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. എല്ലാം നീയാണ് തന്നത്. പഠിച്ചവനെ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളെ നീ മലക്കല്ല റഹ്മാനെ. നാളെ പരലോകത്ത് വട്ടം തിരിയുന്നവരിൽ പെടുത്തല്ല അല്ലാഹ്. പാപഭാരം ഏറ്റാൻ കഴിയാതെ പരലോകത്ത് വന്നു നിൽക്കുന്ന സമയത്ത് അതാ ആ സംഗതിയിൽ കോർത്ത് കെട്ടി നരകത്തിലേക്ക് എറിയുന്നവരിൽ പെടുത്തല്ലോ. നരകത്തിലെ ചുടുജലം മോന്തി കുടിക്കേണ്ട ഗതികേടുണ്ടാക്കല്ലോ. പഠിച്ചോനെ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ രക്ഷിക്കണമല്ലോ.
കച്ചവടക്കാരാക്കണേ അല്ലാഹ്. നമ്മളുമായി സുഹൃത്തുക്കളാക്കല്ല